السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ കേരള നദ്വത്തുൽ മുജാഹിദിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ഉപകരിക്കുന്ന, ഗുണം ലഭിക്കുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അതിന്റെ ഏറ്റവും വില കൂടിയ അവസാന നാളുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നോമ്പ് തുടങ്ങിയിട്ട് ഇത്രയേറെ ദിവസങ്ങളായി എന്ന് തോന്നിപ്പിക്കാത്ത വിധം വളരെ പെട്ടെന്നാണ് റമദാനിന്റെ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു വീണത്. ഇന്ന് 21ാമത്തെ നോമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ ചിലപ്പോ ഒരാഴ്ച, 8 ദിവസം, അല്ലെങ്കിൽ അപൂർവമായി 9 കിട്ടിയേക്കും. അഥവാ ഒരാഴ്ച കൂടി നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും തിരക്കു പിടിച്ച ദിവസങ്ങളിലൂടെയാണ് ഇനി കടന്നു പോകേണ്ടത്. ആരാധനകൾ കൊണ്ട് രാവും പകലും ധന്യമാക്കേണ്ട ദിവസങ്ങൾ. റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ആരാധനകൾക്ക് വേണ്ടിയുള്ള ശ്രേഷ്ഠതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിവസം വന്നാൽ പിന്നെ എവിടെയും പോവില്ല, പള്ളിയിൽ തന്നെയാണ്, ഈത്തിക്കാഫിലാണ്. പ്രവാചകൻ ഒരു പണിയുമില്ലാത്ത ആളല്ല, വലിയ ഒരു കുടുംബത്തിന്റെ നാഥനാണ്, വലിയ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, വലിയ ഒരു സൈന്യത്തിന്റെ നായകനാണ്, വലിയ ഒരു കോടതിയുടെ ജഡ്ജിയാണ്. ഇതൊക്കെയാണ് റസൂൽ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 മാറ്റമില്ല. എല്ലാ കാലത്തും പ്രവാചകൻ ആ ദിവസങ്ങളിൽ പള്ളിയിലാണ്. പ്രവാചകൻ മരണപ്പെടുന്ന, അഥവാ പ്രവാചകന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ, ആ റമദാനിൽ 20 ദിവസമാണ് പള്ളിയിൽ തന്നെ പ്രവാചകൻ ഇരുന്നത്. ആ
ആരാധനകൾക്ക് വേണ്ടി തന്റെ ജീവിതത്തെ അങ്ങോട്ട് മാറ്റിവെച്ച് നമ്മളൊക്കെ പലപ്പോഴും ചതിയിൽപ്പെടാറുള്ളത് ഈ ദിവസങ്ങളിലാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദിവസങ്ങളെ പലപ്പോഴും പെരുന്നാൾ ആഘോഷത്തിന്റെ തിരക്കിലേക്ക് മാറ്റിവെച്ച് ഷോപ്പിങ്ങും അതേപോലെ ഒരുക്കങ്ങളുമായി നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുത്താറുണ്ട്. പിശാച്ച് നമ്മളെ ചതിക്കുന്ന മനോഹരമായ ഒരു സംഗതിയാണത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. ഈ ദുന്യാവിലെ ആഡംബരങ്ങളും പിശാച്ചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നമ്മളെ പിശാച്ച് ചതിക്കുകയാണ്. വില കൂടിയ ഈ ദിവസങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗം എന്നുള്ള നിലക്ക് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, റമദാനിന്റെ ഈ അവസാനത്തെ 10 ദിവസങ്ങൾ, പ്രത്യേകിച്ച് രാത്രികളെ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഈ രാത്രിയിൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ തറാവീഹ്, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ ദിക്റുകള്, ദുആകള്, തൗബകള്, അതുകൊണ്ടൊക്കെ ഈ രാത്രി ധന്യമാവട്ടെ. ഈ രാത്രിയിൽ എവിടെയോ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുമിച്ച് സൂക്ഷിച്ചു വച്ച അനശ്വരമായ ഒരു സമ്മാനമുണ്ട്, ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്തവരായി നമ്മൾ മാറരുത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാൻ മാസത്തിൽ എന്തൊക്കെ പുണ്യങ്ങളാണോ പടച്ച റബ്ബ് കരുതി വച്ചിരിക്കുന്നത്, ആ പുണ്യങ്ങളൊക്കെയും സ്വന്തമാക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. പിശാചിന്റെ ചതിയിൽപ്പെട്ട് റമദാൻ മാസത്തിന്റെ വരാനിരിക്കുന്ന സുന്ദര നിമിഷങ്ങളെ, ദിവസങ്ങളെ നശിപ്പിച്ചു കളയുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. റമദാനിന്റെ അവസാനത്തെ 10 ആവുക, അസർ നമസ്കാരത്തിന് ശേഷമാവുക, ഇതൊക്കെ ഒരു മനുഷ്യനെ ക്ഷീണിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. എന്നെ സംബന്ധിച്ച് 2-3-4 ക്ലാസ്സുകൾ, ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത ആളാണ് ഞാൻ. ഞങ്ങളുടെ നാട്ടില് ഒരു അഗതി അനാഥ മന്ദിരം പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ കീഴിൽ ഒരു അറബി കോളേജും കുറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് ഒരു വർഷം 60 ലക്ഷം രൂപ വേണം. 60 ലക്ഷം. നമ്മുടെ നാട്ടിലെ പല അഗതി അനാഥ മന്ദിരങ്ങൾക്കും വലിയ സ്വത്തുണ്ട്, വലിയ വരുമാനമുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന സ്ഥാപനത്തിന് ഒരു വരുമാന മാർഗവും ഇല്ല. റമദാൻ മാസത്തിൽ ഈ സംസാരവും, ആ സംസാരം കേട്ട് അത് ഏറ്റെടുത്ത് നിങ്ങൾ നൽകുന്ന സഹായം, സദക്ക, സക്കാത്ത്, ഫിദിയ, നേർച്ച, ഇതൊക്കെയാണ് ഈ സ്ഥാപനത്തിന്റെ ആകെ വരുമാനം. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ പരമാവധി ആളുകളുടെ മുമ്പിൽ എത്തിപ്പെടാനും അവരോടൊക്കെ ഈ വിവരം പറയാനും ഞാൻ നന്നായി ശ്രമിക്കാറുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമാണ് റമദാനിലെ ഈ ഓട്ടങ്ങളൊക്കെ. അതുകൊണ്ട് എന്നെ സംസാരത്തിന് ഏൽപ്പിക്കുമ്പോഴേ ഞാൻ പറയും, ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, അത് നിങ്ങൾ സഹായിച്ചു തരണം. ആയിക്കോട്ടെ, ആളുകളെ കൊണ്ട് കഴിയുന്നതൊക്കെ അവർ സഹായിക്കട്ടെ എന്ന ഒരു വാക്കിന്റെ പേരിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. രാവിലെ എന്നെ ഇവർ വിളിച്ചിരുന്നു സംഘാടകര്. അപ്പൊ ഞാൻ ഫറൂഖ് ചുങ്കത്ത് ഒരു ക്ലാസ്സിലായിരുന്നു. 3 മണി വരെയായിരുന്നു ആ ക്ലാസ്സിന്റെ സമയം. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിഞ്ഞ് അടുത്ത് യശാ നമസ്കാരത്തിന് 8:25 യശാ നമസ്കാരം ആരംഭിക്കുന്ന ഒരു പള്ളിയുണ്ട്. അത് താമരശ്ശേരിയാണ്. അവിടെയാണ് എനിക്ക് എത്തേണ്ടത്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എത്തണം. എത്തുക എന്നതിലപ്പുറം നമുക്ക് സംസാരിക്കാനുള്ള ഒരു ജീവനും കൂടി വേണമല്ലോ. അതുകൊണ്ട് ഞാൻ വലിയ ശബ്ദമൊന്നുമില്ലാതെ ചെറിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു 6 മണി വരെ, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 6 മണി വരെ, ചിലപ്പോൾ അതിന്റെ മുമ്പ് നിന്ന് പോയേക്കാം, ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ ഒരു ഇസ്ലാമികമായ ചില കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് പറയേണ്ടത് എന്ന ചോദ്യത്തിന് സംഘാടകർ എന്നോട് പറഞ്ഞ മറുപടി, ഒന്ന് വർത്തമാനകാല സാമൂഹ്യ സംഭവ വികാസങ്ങളും അതിനെപ്പറ്റിയുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും സംസാരിക്കണം. രണ്ടാമത്തേത് ആദർശപരമായ ഒരു കണിശത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, അതിനെപ്പറ്റിയും സൂചിപ്പിക്കണം. ഈ 2 വിഷയങ്ങളെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ കുടുംബവും നമ്മുടെ ആദർശവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ എനിക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
ഈ 2025 പിറന്നതിന് ശേഷം ഒരുപാട് വലിയ ദുരന്ത വർത്തമാനങ്ങൾ നമ്മളൊക്കെ കേൾക്കുകയുണ്ടായി. കൂട്ടക്കൊലപാതകങ്ങളും ലഹരി മയക്കുമരുന്നുകളുടെ അഭൂതപൂർണമായ വർധനവുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ. ഈ 2025 തുടങ്ങുമ്പോ ജനുവരിയുടെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ നാടുകളിലെ, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലെ വലിയ ചർച്ച കാട്ടുമൃഗങ്ങളുടെ വലിയ അക്രമങ്ങളായിരുന്നു. ആനയും കരടിയും പുലിയും ഒക്കെ നാട്ടിലേക്ക് വന്ന് ആളുകളുടെ ജീവന് ഭീഷണിയായി. അതേപോലെ കാട്ടുമൃഗങ്ങൾ ആളുകളുടെ വലിയ പ്രതീക്ഷയായിരുന്ന കൃഷികളൊക്കെ നശിപ്പിച്ച്, മാന് മുതൽ അതേപോലെ പന്നികളും മയിലുകളും ഇതൊക്കെ മനുഷ്യരുടെ കൃഷി വലിയ രൂപത്തിൽ നശിപ്പിച്ചു. ഞാനൊരു നാട്ടില്, ഒരു മലയോര പ്രദേശത്തെ നാട്ടിൽ ചെന്നേ, അവിടെ കർഷകനായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം, കർഷകനുമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇപ്പോഴത്തെ കൃഷിയുടെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, ഒരു കൃഷിയും നടക്കുന്നില്ല. 1, ആന ഇറങ്ങുന്നുണ്ട്, 2, കരടികളുണ്ട്, 3, ഈ മയിലുകളെ പോലെയുള്ള പക്ഷികളുടെ വലിയ അക്രമമുണ്ട്. അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ പേര് പറഞ്ഞു. ഇതൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി കുരങ്ങന്മാര് വരെ. ഒരു കൃഷിയും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്നാല് റബ്ബർ വെട്ടിയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചപ്പോ രാവിലെ റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങാൻ പേടി. പുലിയും ആനയും ഒക്കെ തോട്ടത്തിലാണ് വിഹരിക്കുന്നത്. കൊണ്ട് എല്ലാ കൃഷിയും വരുമാനവും ഉണ്ടെങ്കിലും പട്ടിണി കടന്ന് മരിച്ചു പോകുന്ന അവസ്ഥയാണ് എന്നായിരുന്നു അവരുടെ സംസാരം. അതിനെ ചുറ്റിപ്പറ്റി ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾക്കെതിരെ ഗവൺമെന്റിന്റെ സത്വരമായ ശ്രദ്ധയാവണം ആവശ്യപ്പെട്ട് സമരങ്ങളുടെ വേലിയേറ്റത്തിന് തുടക്കം കുറിക്കേനി. അപ്പോഴാണ് വന്യമൃഗങ്ങളെക്കാൾ ദുഷ്ടന്മാരാണ് മനുഷ്യന്മാർ എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ കൊലകളും കൊലപാതകങ്ങളുടെ പരമ്പരയും നമ്മുടെ നാട്ടിൽ അരങ്ങേറിയത്. അതോടുകൂടി വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ആളുകൾ മറന്നുപോയി. ആളുകൾ മറന്നിട്ടോ എന്തോ, പിന്നെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരാതെയുമായി. ഇപ്പോ വന്യമൃഗങ്ങളെക്കാൾ ക്രൂരന്മാരായ മനുഷ്യമൃഗങ്ങളുടെ വലിയ ക്രൂരതകൾ കണ്ടും കേട്ടും മനസ്സ് മരവിച്ചിരിക്കുകയാണ് ആളുകളൊക്കെ. നമ്മുടെ വീട്ടിൽ തന്നെ ഏത് സമയത്തും വലിയ കൊലപാതകങ്ങൾ ഉണ്ടാവാം എന്ന് ആളുകൾ അടക്കം പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ എത്തിയിരിക്കുന്നു. എല്ലാത്തിനും കാരണക്കാരാകുന്ന രൂപത്തിൽ ലഹരിയും കൃത്രിമമായ സിന്തറ്റിക് മയക്കുമരുന്നുകളും നമ്മുടെ നാട്ടിൽ വലിയ രൂപത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ആ മയക്കുമരുന്ന് മാഫിയയെ ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധം അവരുടെ ശക്തി നാട്ടിലാകെ പടർന്നു പന്തലിച്ചിരിക്കുന്നു. കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ കുറച്ചു കാലം മുമ്പൊക്കെ എന്താണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, പെരുന്നാളാണ് വരുന്നത്, എങ്ങനെയാണ് അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ വേവലാതിപ്പെട്ടിരുന്നവര്, ഈ മുന്നിൽ കുറച്ച് ചെയറുകൾ ബാക്കിയുണ്ട്, ആ ബാക്കിലെ സ്ത്രീകൾക്ക് ഈ മുമ്പിലിരുന്ന 2 കൂലിയുണ്ട്, അള്ളാന്റെ പ്രത്യേകം കൂലിയും കിട്ടും, നമുക്ക് സംസാരിക്കണം ഒന്നും കൂടി തോന്നും. ഓക്കെ, അപ്പോ ഒരിക്കൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ, 1, എന്തുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ഇത്തരം കൊലപാതകങ്ങളും അനിഷ്ട സംഭവങ്ങളും ലഹരിയുമൊക്കെ ഇത്രമേൽ വ്യാപിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇത് നമ്മളൊന്ന് വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്. രണ്ടാമത്തേത്, ഇത്തരം തിന്മകളൊക്കെ ലോകത്ത് ആദ്യമാണോ? പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തേത്, ഇത്തരം തിന്മകളുടെ ലോകത്ത് നിന്ന് നമുക്കും മറ്റുള്ളവർക്കും രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഈ 3 ചോദ്യങ്ങളെ കുറിച്ച് അതിന് ചെറിയ രൂപത്തിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോ ഇൻഷാ അല്ലാഹ് എന്റെ ഈ സംസാരം അവസാനിക്കും. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ലോകത്ത് ശക്തമായി വ്യാപിക്കുന്നത്? വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണോ? പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടണമെങ്കിൽ എന്റെ നാട്ടിൽ നിന്ന് പോലും ആളുകള് നല്ല കോഴ്സ് പഠിക്കാൻ തിരൂരങ്ങാടി PSMO കോളേജിൽ വരുമായിരുന്നു. എന്റെ ബാപ്പയൊക്കെ എന്നെ ഇവിടെ കോളേജിൽ കൊണ്ടുവന്നാക്കിയിരുന്നു. കാരണം നമ്മുടെ നാട്ടില്
ഉയർന്ന ബിരുദമുള്ള പാഠശാലകള്, ഇവിടെ ഒരു PSMO കോളേജ്, മലപ്പുറത്ത് ഒരു ഗവൺമെന്റ് കോളേജ്, പിന്നെ മമ്പാട് ഒരു MES കോളേജ്, പിന്നെ ചുങ്കത്ര ഒരു മാർത്തോമ കോളേജ്, അങ്ങനെ ഒരു 19 കിലോമീറ്ററുകൾ പിന്നിട്ട് മാത്രം കിട്ടുന്ന വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു 25 കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ തിരുരങ്ങാടിയിൽ നിന്ന് എന്റെ നാട്ടിലേക്ക് വണ്ടി കയറിയാൽ ചുരുങ്ങിയത് ഒരു 25 ഉയർന്ന ബിരുദങ്ങളുള്ള കോളേജുകളെങ്കിലും പോകുന്ന വഴിവക്കത്തുണ്ട് എന്ന് എനിക്കറിയാം. എത്ര കോളേജുകളാ? എല്ലായിടത്തും ഉയർന്ന ബിരുദങ്ങളുണ്ട്. അവിടെയൊക്കെ നിറയെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെയൊന്നും പോരാഞ്ഞിട്ട് ഇത്രയും കോളേജുകൾ ഉണ്ടായിട്ടും ഇവിടെയൊന്നും തികയാതെ അന്യ ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ ദേശങ്ങളിലേക്കും, പണ്ടൊക്കെ റിസർച്ച് ചെയ്യാൻ മാത്രമാണ് ആളുകൾ വിദേശത്ത് പോകാറ്. ഇപ്പൊ +2 കഴിഞ്ഞ കുട്ടികൾ ഡിഗ്രി പഠിക്കാൻ വരെ വിദേശ രാജ്യങ്ങളിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ചെന്നെത്തുന്ന അവസ്ഥ. എന്റെ മകന് ഡിഗ്രി BEd ഒക്കെ കഴിഞ്ഞപ്പോ ഒരു ആഗ്രഹം, ഇംഗ്ലീഷിൽ ഒരു PG പഠിക്കണം. അപ്പൊ അവൻ പറഞ്ഞ് അത് പിന്നെ എന്താ പറയാ, കുറച്ച് പുറത്തു പോയിട്ട് പഠിച്ചാല് നമ്മുടെ ഭാഷയൊക്കെ നന്നാവും. ഇവിടെ പഠിച്ചാൽ എല്ലാവരും മലയാളം പറയുന്ന കുട്ടികളായതുകൊണ്ട് ലാംഗ്വേജിന് ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടൂല. അതുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് പഠിക്കാം. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഹൈദരാബാദില് മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് എന്ന് മനസ്സിലാക്കുകയും ആ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് PG പഠിക്കാൻ ഞാൻ അവനെ ചേർക്കുകയും ചെയ്തു. 50 കുട്ടികൾക്കാണ് അതിന് സീറ്റ് ഉള്ളത്. ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോ ഓനൊരു സങ്കടം പറഞ്ഞ്, ഈ 50 കുട്ടികളിൽ 38 കുട്ടികളും നമ്മുടെ മലയാളികളാ. അവന്റെ ഹോസ്റ്റലിലും റൂമിലും ക്ലാസ്സിലും ഒപ്പം ഒക്കെ ഇവിടെയുള്ള കുട്ടികളാ. മറ്റുള്ള ഡിഗ്രികൾക്കും അങ്ങനെ തന്നെ. മെഡിക്കൽ ഡിഗ്രി അടക്കമുള്ള കോഴ്സുകളൊക്കെ കൂടുതലും മലയാളികളായ കുട്ടികളാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടില് ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അടുത്ത ജില്ലകളില്, അടുത്ത സംസ്ഥാനങ്ങളില്, വിദേശ രാജ്യങ്ങളിലൊക്കെ, ഇവിടെ UK ചില കോളേജുകളില് ഇഫ്താർ സംഘടിപ്പിച്ചിട്ട് അതിന്റെ ഫോട്ടോ നമ്മുടെ ചെറുപ്പക്കാർ അയച്ചു തന്നപ്പോ അതിൽ പങ്കെടുക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിലെ കുട്ടികളാണ്, യഥേഷ്ടം കുട്ടികള്. അപ്പൊ ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾക്കോ നമ്മുടെ നാട്ടില് ഒട്ടും കുറവില്ല. 2, സാമ്പത്തികമായിട്ട് വല്ല കുഴപ്പമുണ്ടോ? ഇന്ത്യയിൽ സാമ്പത്തിക സ്ഥിരതയുള്ള സംസ്ഥാനങ്ങളുടെ കണക്കെടുത്തപ്പോ ഏറ്റവും സാമ്പത്തിക സ്ഥിരതയുള്ള സംസ്ഥാനമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സംസ്ഥാനമാണ് എന്നത് ഒരു സന്തോഷകരമായ വർത്തമാനമാണെങ്കിലും ഇത്രയൊക്കെ സമ്പത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടും നമ്മുടെ സാംസ്കാരികമായ രംഗത്തിന് എന്താ മാറ്റമൊന്നും ഉണ്ടാകാത്തത് എന്നതും ചിന്തനീയമാണ്. ഇപ്പോ ഇന്ന് വലിയ അളവിൽ കഞ്ചാവുമായിട്ട് ഒരാളെ പിടിച്ചു. ഒരു കുട്ടിയെ, 27 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒഡീഷയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ മുമ്പ് പഠിച്ചിരുന്നു. ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലത്താണ് അവിടെയുള്ള കഞ്ചാവ് മാഫിയയുമായി അദ്ദേഹം ബന്ധപ്പെടുന്നത്. പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നത് ഒരു നല്ല കഞ്ചാവ് കച്ചവടക്കാരനായിട്ടാണ്. അവിടത്തെ മലയോരങ്ങളിൽ കഞ്ചാവ് വിളയിച്ചെടുക്കുന്ന കർഷകരുമായി ബന്ധമുണ്ടായി. അവരിൽ നിന്ന് നേരിട്ട് കഞ്ചാവ് നാട്ടിലേക്ക് കൊണ്ടുവന്ന് കഞ്ചാവും ഹാഷിഷും അതിന്റെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ വിൽപ്പന തുടങ്ങി. ഇപ്പോ വിവിധ രൂപത്തിൽ സ്റ്റാമ്പ് മുതൽ നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന എല്ലാ മയക്കുമരുന്നുകളുടെയും ഒരു ഹോൾസെയിൽ വ്യാപാരിയായി ആ വിദ്യാർത്ഥി 27കാരൻ മാറിയെന്ന് മാത്രല്ല, ഇതിന്റെ തൊട്ടു മുമ്പ് 25 കിലോ കഞ്ചാവ് പിടിച്ചതിന്റെ പേരിൽ തടവിന്റെ ഇടയിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് 3 മാസമായിട്ടുള്ളൂ. അദ്ദേഹമാണ് ഇന്ന് വലിയ അളവിൽ കഞ്ചാവ് മാത്രമല്ല അതിമാരകവും ഭീകരവും അപകടകാരിയുമായ മയക്കുമരുന്നടക്കം അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുന്നു. രസം എന്താ അറിയോ? ഒരു കഞ്ചാവ് കേസിൽ ജയിലിലായി അതിന്റെ ജാമ്യത്തിലിറങ്ങിയ പിറ്റേ ദിവസം തന്നെ ഒരു പുതിയ കെട്ടിടം സ്വന്തമായിട്ടെടുത്ത് അതിൽ അയാൾ അദ്ദേഹത്തിന്റെ പുതിയ കച്ചവടം ആരംഭിച്ചു എന്നാണ്. നമ്മുടെ നാട്ടിലെ നിയമങ്ങളും കോടതിയും ശിക്ഷാരീതിയുമൊക്കെ നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിലുള്ള വൃത്തികേടുകൾ ഉണ്ടാവാൻ എത്രമാത്രം സഹായകമാണ് എന്നതിന്റെ തെളിവാണ് ഈ വാർത്തകളൊക്കെ. പണ്ട് മഹാത്മാഗാന്ധിജി പറഞ്ഞു,
വിദ്യാഭ്യാസം എന്നത് ഡിഗ്രികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ പദവികൾ ഉണ്ടാക്കാനോ ഉള്ള സംവിധാനമാവരുത്. വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാനുള്ള ഒരു ഏർപ്പാടാവണം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുക. എന്റെ വാപ്പ അരീക്കോട് സുല്ലമുസലാം അറബി കോളേജിൽ കൊണ്ടിയാക്കിയിട്ട് ബാപ്പക്ക് വലിയ ആഗ്രഹങ്ങളായിരുന്നു. ബാപ്പ കൂലിപ്പണിക്കാരനാ, സാമ്പത്തികമായിട്ടൊക്കെ പാവാം. എങ്കിലും ബാപ്പ KK മുഹമ്മദ് സുല്ലമിയുടെ അടുത്ത് എന്നെ ഇങ്ങനെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, സാറേ എന്റെ മൂത്ത മോനാണ്, ഇവൻ വലുതായിട്ട് വേണം എന്റെ കുടുംബം രക്ഷപ്പെടാൻ. അതുകൊണ്ട് സാർ ഇവനെ നന്നായിട്ട് പഠിപ്പിച്ച് ആ പഠിക്കുന്ന കൂട്ടത്തിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോ KK മുഹമ്മദ് സുല്ലമി എന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞ്, തോനെ പഠിപ്പൊന്നുമില്ലെങ്കിലും ഒരു നല്ല മനുഷ്യനാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അദ്ദേഹം ബാപ്പ കൊടുത്ത വാക്കാണ്. ബാപ്പ ആ ഉറപ്പിലാണ് മടങ്ങിപ്പോയത്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സത്യത്തിൽ അതാ. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടക്കുമ്പോ 1000 ജയിലുകൾ അടക്കും. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായി, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ ജനങ്ങൾ വിദ്യാസമ്പന്നരാകുമ്പോ നാട്ടില് കുറ്റകൃത്യങ്ങൾ കുറയും, ജയിലുകളിൽ പോകാൻ ആളില്ലാതെ വരും. അതുകൊണ്ട് ഒരു സ്കൂൾ തുറക്കുമ്പോ 1000 ജയിലുകൾ അടക്കും എന്നായിരുന്നു ശരി പണ്ടത്തെ ആൾക്കാരെ കാഴ്ചപ്പാട്. അങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങിയത്. പക്ഷെ ഇപ്പത്തെ അവസ്ഥ എന്താ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആൾക്കാർക്ക് പേടിയായി, അവിടെ പഠിക്കുന്ന കുട്ടികളെ ആൾക്കാർക്ക് പേടിയായി. എന്റെ അയൽപക്കത്ത് പുറത്തുള്ള ഒരു കോളേജില് ഉയർന്ന തലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി നാട്ടിൽ വന്നാല് പരിസരത്തുള്ള വീട്ടിലെ ഉമ്മമാർക്കൊക്കെ പേടിയാ, ഓന്റെ കൂടെ കൂടാൻ പോകരുതിട്ടോ, എല്ലാം വേണ്ടാത്തറ ഓന്റെ അടുത്തുണ്ട്. ആ കുട്ടിന്റെ ബാപ്പ ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്തിട്ട് സീറ്റ് വാങ്ങിയിട്ട് ഓനെ ഒരു കോളേജ് പഠിപ്പിക്കുമ്പോ ഓൻ ലീവിന് നാട്ടിൽ വരുമ്പോ അയൽപക്കത്തെ വീട്ടിലെ ഉമ്മാർക്ക് പേടി, അവരുടെ കുട്ടികള് അവന്റെ കൂടെ എങ്ങാനും കൂടിയിട്ട് കേടുവരുമോ. ഇതിനാണോ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ ഉണ്ടാവേണ്ടത്? ഒരു നാട്ടില് ഒരു കോളേജ് വരുന്ന കേട്ടപ്പോ കോളേജിന്റെ സ്ഥലമൊക്കെ ഫ്രീ ആയിട്ടും കുറഞ്ഞ വിലക്കൊക്കെ കൊടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. ആ ആളുകളിൽപ്പെട്ട ഒരാള് അടുത്ത് എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഇപ്പോ മൗലവി പശ്ചാത്താപം തോന്നുന്നുണ്ട്, അന്ന് അത് കൊടുക്കാൻ പാടില്ല ഇനി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഒരു നല്ല കോളേജൊക്കെ വന്നില്ലേ, പിന്നെ എന്തിനൊക്കെ ഇടങ്ങേറ്? കോളേജിന്റെ കഥ പറയണ്ട. കോളേജിലേക്ക് കുട്ടികൾ പോവുകയും വരികയും ചെയ്യുന്നത് എന്റെ മുറ്റത്തു കൂടെയാണ്. ആ നേരം എന്റെ വീട്ടിലത്തെ ഒരാളും വീടിന്റെ വരാന്തയിലേക്ക് വരരുത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞേക്കുക. കാരണം ആ റോഡിലൂടെ കാണുന്ന കാഴ്ചകളൊന്നും ഒരു മാന്യമായി ജീവിക്കുന്ന കുടുംബത്തിന് പറ്റിയതല്ല എന്ന് ആ ഗൃഹനാഥൻ സങ്കടപ്പെടുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത്, മനുഷ്യനെ നന്നാക്കേണ്ട വിദ്യാഭ്യാസം അതെന്താ മനുഷ്യനെ നന്നാക്കാതെ പോയത്? 1. 2, ഒരു കാലത്തൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു ഈ അവസ്ഥക്ക് കാരണം സാമ്പത്തികമായ തകർച്ചയാണ്, സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടാൽ സമൂഹം പുരോഗമിച്ചോളും എന്ന് വിശ്വസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ നാട് എത്രമേൽ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ട് നോക്കൂ നിങ്ങൾ. ബീഹാർ, ആസാം, അതേപോലെ ഒറീസ, അതേപോലെ ബംഗാള്, ഈ നാട്ടിലൊക്കെ ഉള്ള ചെറുപ്പക്കാരെ നമ്മൾ ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്ന പോലെ അവര് നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരികയാണ്. ആലുവയിലും എറണാകുളത്ത് കോട്ടയത്തൊക്കെ ഇവര് നാട്ടിലേക്ക് പോകുന്ന സമയത്ത്, കോഴിക്കോടൊക്കെ ഇവര് നാട്ടിൽ പോണ പെരുന്നാള് ആ സമയത്തൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കേണ്ടി. ഇവര് നാട്ടിൽ പോണ അവസ്ഥ കാണെങ്കിൽ വലിയ പെട്ടിയൊക്കെ ആയിട്ട് ഗൾഫിൽ നിന്ന് നമ്മൾ വരുന്നതിനേക്കാൾ ആഘോഷത്തോടെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓരിങ്ങനെ നാട്ടിൽ പോണെ കാണുമ്പോ നമുക്ക് അത്ഭുതപ്പെടും. തിരുവനന്തപുരം ജില്ലയിലെ SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ചിനെ കുറിച്ച് ഞാൻ മനോരമ പത്രത്തിൽ ഒരു ഞായറാഴ്ച പതിപ്പിൽ ഒരു കോളം വായിച്ചു. എന്താ അറിയോ? ആ ബ്രാഞ്ച് ഞായറാഴ്ച മാത്രം പ്രവർത്തിക്കുന്ന ബ്രാഞ്ചാണ്. എല്ലാ ബാങ്കുകളും ഒരു ചെറിയ അവധി ഉണ്ടെങ്കിൽ ബാങ്കിന് ലീവേ കാരണം. ഈ SBIയുടെ ഈ ബ്രാഞ്ച് ഞായറാഴ്ച മാത്രം പ്രവർത്തിക്കാം. അപ്പൊ ഈ ഞായറാഴ്ച മാത്രം പ്രവർത്തിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ പ്രവർത്തിക്കൂലല്ലോ. ആ ബ്രാഞ്ച് എന്തിനു വേണ്ടിയാ പ്രവർത്തിക്കുന്ന അറിയങ്ങള്? നമ്മുടെ നാട്ടില് അന്യ സംസ്ഥാനങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികള്, അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് വിളിക്കാവുന്ന അവര് അവരുടെ ശനിയാഴ്ചത്തെ ജോലി കഴിഞ്ഞ് ശമ്പളം കിട്ടിയാൽ
ആ പണം അയച്ചു കൊടുക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ബ്രാഞ്ചാണ്. അവർക്ക് വേണ്ടി മാത്രം. നമുക്ക് അവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കാനാ ഗവൺമെന്റ് പറഞ്ഞ്. ആ അതിഥി തൊഴിലാളികൾക്ക് ഒരാഴ്ചയിലെ വരുമാനം നാട്ടിലേക്ക് അയക്കാനുള്ള ഒരു ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് അവർക്ക് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുക. മാത്രല്ല, ആ ബ്രാഞ്ചില് ഓരോ ആഴ്ചയിലും ഓരോ ഞായറാഴ്ചയും അവിടെ നിന്ന് അയക്കുന്ന പണത്തിന്റെ ഒരു ഏകദേശ സംഖ്യ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പല പട്ടണങ്ങളിലെ മെയിൻ ബ്രാഞ്ചുകളിൽ പോലും അത്ര സംഖ്യ എത്തുന്നില്ല. ഈ അയക്കുന്ന പണക്കാര പണരങ്ങള് നമ്മൾ കൊടുത്ത പൈസ കട്ടെടുക്കണമെന്നില്ല, അവരുടെ അധ്വാനത്തിന് നമ്മൾ കൊടുക്കുന്ന പൈസയാണ്. അതായത് സാമ്പത്തികമായി നമ്മൾ അത്രമേൽ വളർന്നിട്ടുണ്ട്. ഈ സാമ്പത്തികമായി വളർന്നിട്ട് ആ വളർച്ച എന്ത് ഈ പുരോഗതിയിൽ കാണാതെ പോയത്? മൂന്നാമത്തേത് സാങ്കേതികതയാണ്. കമ്പ്യൂട്ടർ രംഗത്ത്, നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ, പുതിയ സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഭൂവിഭാഗമാണ് ഈ കേരളം. ഇത്രയേറെ ഒരു വിദേശ രാജ്യത്തൊക്കെ ഒരു IT പ്രൊഫഷണലായ ഒരാളെ വേണമെങ്കിൽ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂ പോലും വേണ്ടെന്നാ ഓൾക്ക് അത്ര വിശ്വാസം. അത്ര കേരളീയർ ആഗോളതലത്തിൽ ഭൗതികമായി പിടിമുറക്കിയ ഒരു കാലത്ത് എന്തേ നമ്മുടെ നാട് ഇങ്ങനെയായത് എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കണം അല്ലെ? കാരണങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, മനുഷ്യൻ എന്ന ജീവിയെ സംബന്ധിച്ച് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്ന് മനുഷ്യന്റെ പ്രത്യേകത എന്താ അറിയോ? മലക്കുകൾ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ അള്ളാഹ് സൃഷ്ടിച്ചത് അത് മാത്രമേ ആ മലക്കിന് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യാതിരിക്കാനോ വേറെ എന്തെങ്കിലും ചെയ്യാനോ ആ മലക്കിന് സാധിക്കൂല. അള്ളാഹ് എന്ത് കൽപ്പിച്ചോ അത് മാത്രം ചെയ്യാൻ. അതാണ് മലക്കുകളുടെ പ്രത്യേകത. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് അള്ളാന്റെ ഒരു കൽപ്പന പാലിക്കാനും പാലിക്കപ്പെടാതിരിക്കാനും തുല്യമായ സ്വാതന്ത്ര്യവും കഴിവുണ്ട്. പാലിച്ചാൽ അള്ളാഹ് കൂലി കൊടുക്കും, പാലിച്ചിട്ടില്ലെങ്കിൽ അവനെ ശിക്ഷിക്കും. ഇത് അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഓൻ ഇഷ്ടം പോലെ ചെയ്യാം, ശരി ചെയ്യാം, തെറ്റു ചെയ്യാം. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്കിടയിൽ തെറ്റു ചെയ്യാനുള്ള പ്രവണത വളരെ കൂടുതലുണ്ട്. ആ തെറ്റ് ചെയ്യാനുള്ള പ്രവണത അവന്റെ മനസ്സിലുണ്ടായിരിക്കെ ആ തെറ്റവൻ ചെയ്യാതിരിക്കണമെങ്കിൽ അള്ളാഹു താല ചില നിയമങ്ങൾ ഈ ലോകത്ത് നടപ്പാക്കുകയും ചെയ്തു. ഈ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നോക്കി, റമദാൻ മാസമാണല്ലോ, ഇത് റമദാൻ മാസമാണ്. നമ്മൾ റമദാന്റെ നോമ്പ് എങ്ങനെ ആരംഭിക്കാറ്? നമ്മൾ പാതിരാത്രി എണീറ്റ് അത്താഴം കഴിച്ചുകൊണ്ടാണ് നോമ്പ് തുടങ്ങാറ്. ഈ അത്താഴം കഴിക്കാൻ എണീക്കുന്ന സമയമുണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ചെറുപ്പക്കാരി കുട്ടികളൊക്കെ ആ സമയത്ത് വിളിക്കണ വിളി അതിന്റെ ഒരു പണി എത്രയല്ലേ? ഇത്ര വിളിക്കണം. നമ്മൾ ഉരുട്ടിയാൽ തന്നെ ഓരോ മുഖത്തേക്ക് നോക്കിയിട്ട് എണീക്കുന്ന നേരത്ത് നമ്മുടെ മക്കളുടെയൊക്കെ സുന്ദരമായ മുഖം ഏറ്റവും വൃത്തികേടുള്ള മുഖമായി കാണല് ആ വിളിക്കുന്ന സമയത്താ. ആകെ ചുരുണ്ട് ചുളിഞ്ഞ് എന്തൊരു മടിയരങ്ങൾ എണീക്കാൻ. ഓല കുറ്റം പറയണ്ട. നന്നായി ഉറങ്ങുന്ന ഏതൊരു മനുഷ്യനും ഉറക്കിൽ നിന്ന് എണീക്കാൻ നല്ല പ്രയാസമുള്ള സമയമാണ് ഈ അത്താഴത്തിന്റെ സമയം. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ് നിങ്ങൾ അപ്പത്തന്നെ എണീക്കണം, അപ്പത്തന്നെ എണീക്കണം. നല്ല പ്രയാസമല്ല എണീക്കാൻ, നല്ല ബുദ്ധിമുട്ടുള്ള, എണീക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത, നല്ല ഉറക്ക് വരുന്ന ആ നേരം തന്നെ എണീക്കണം. എണീക്കണം, അള്ളാഹ് പറയാ എണീക്കണം. എണീറ്റ് എന്നിട്ട് എന്താ വേണ്ടി? എന്നിട്ട് ചോറ് തിന്നണം. ചോറേ അല്ലെ, സാധാരണ നാടന്മാര് പറയലുണ്ടേ, കുറുക്കന്മാര് പോലും തിന്നാൻ കൊടുത്താൽ തിന്നാത്ത നേരാണ്. ആ നേരത്താണ് നമ്മൾ ചോറും തക്കാളി താളിപ്പും പയറുപ്പേരിയൊക്കെ ആയിട്ട് ആ ചോറ് ഇങ്ങനെ കുഴച്ച് തിന്ന നേരം എപ്പോഴാ നിങ്ങള്? ഈ വൈകുന്നേരം 4 മണിക്ക് നേരം എടുക്കാൻ കാലത്ത്. ഒരു മനുഷ്യന് തിന്നാൻ ആഗ്രഹിക്കാത്ത സമയത്ത് അള്ളാഹ് പറഞ്ഞു തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോല്ലോ നല്ല അത്താഴം കഴിക്കും. നമ്മൾ അത്താഴം കഴിച്ച് സുബഹി നിസ്കരിച്ച് കുറെ ഉറക്ക് പോയി, ഇടങ്ങേറായി, പകല് നല്ല ദാഹം തോന്നി, വെള്ളം കുടിക്കരുത് അറിഞ്ഞ് നല്ല ഈ ഒരു നോമ്പ് നോറ്റാല് ഈ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, പിന്നെ പോലെയൊക്കെ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിലേ ഈ നോമ്പ് നോറ്റാല് രാവിലെ 11 മണി മുതൽ ഉച്ചക്ക് 2 മണി വരെയുള്ള സമയമുണ്ടല്ലോ, അതൊരു സമയം തന്നെയാണ്. ഒരു നോമ്പുകാരന്റെ പീക്ക് ടൈമാണ്. 3 മണി കഴിഞ്ഞാൽ പിന്നാണ് പോവും, ഇറക്കിറങ്ങിയമായിരിക്കാം, പിന്നാണ് പോയിക്കോളും, 6 വല്ല പണിന്നില്ലല്ലോ. പക്ഷെ ഈ 11 മണിന്റെയും 3 മണിന്റെയും ഇടക്കുള്ള സമയം അത് കണ്ട് പിടിച്ചു നിൽക്കാൻ നല്ല സമയ. വിശപ്പും ദാഹം
രണ്ടും പടച്ചോൻ പറഞ്ഞു അടുക്കരുത്. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, അടുത്തു പോകരുത്. ഭക്ഷണം ഇങ്ങനെ പല ജാതി ഉണ്ട്, തൊട്ടു പോകരുത്. എന്നിട്ട് വൈകുന്നേരം സൂര്യാസ്തമയത്തിന്റെ സമയത്ത് പറഞ്ഞു ഇനി തിന്നോളി പറഞ്ഞു. കർശനമായ നിയമങ്ങളാ അല്ലെ? നോമ്പിന്റെ നിയമങ്ങള് കർശനമാണ്. എന്നിട്ട് ഈ കർശനമായ ഈ നിയമങ്ങൾ പഠിപ്പിച്ചിട്ട് ആ നിയമങ്ങൾക്ക് താഴെ അള്ളാഹു താല പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് വാക്ക്? നിങ്ങൾ കേട്ടില്ലേ? ഖുർആനില് കുത്തിബ അലൈക്കും സിയാമൊക്കെ പറഞ്ഞ കൂട്ടത്തില് നോമ്പിന്റെ നിയമങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ താഴെ അള്ള പറഞ്ഞതേ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നിയമങ്ങള് പാതിരാത്രിക്ക് എണീക്കണം, തിന്നാൻ പറ്റാത്ത നേരത്ത് തിന്നണം, പകല് മുഴുവൻ പട്ടിണി കിടക്കണം, ദാഹിച്ചാലും വെള്ളം കുടിക്കാൻ പാടില്ല, വൈകുന്നേരം വരെ നിങ്ങൾ അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അള്ള പറയണേ. അള്ള നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കണില്ല കേട്ടോ, അള്ള നിങ്ങൾക്ക് എളുപ്പ ഉദ്ദേശിക്കണേ. ഞാൻ ഈ ആയത്ത് പ്രിലിമിനറി 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പഠിപ്പിക്കുമ്പോ ഈ ആയത്ത് ചെല്ലിയപ്പോ ഒരുത്തൻ എണീറ്റ്, കുട്ടികൾ അങ്ങനെയാണല്ലോ ഇപ്പൊ കുരുത്തം കെട്ട ചോദ്യങ്ങൾ. നമ്മളൊക്കെ പണ്ട് ചോദ്യം വന്നാലും ചില ചോദ്യം ചോദിക്കാൻ പേടിയാ, അത് ചോദിച്ചാൽ എന്താ ആകുക? ഇപ്പത്തെ കുട്ടികൾക്ക് പേടില്ലാത്തോണ്ട് ഓ കൃത്യമായിട്ട് ചോദിച്ചു. അള്ളാഹു സാറേ പിന്നെ അള്ള എളുപ്പമാണ് ഉദ്ദേശിച്ചെങ്കിൽ ഈ പറഞ്ഞ ആയത്ത് ശരിയാണെങ്കിൽ അള്ളാഹ്ക്ക് ആ നോമ്പ് രാത്രിയാക്കി കൂടെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് തുടങ്ങാം, സുബൈ വരെ നോൽപൂൽക്കുക, സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് നല്ല പൊറാട്ടിയും ചപ്പാത്തിയൊക്കെ തിന്ന് ഉഷാറായിട്ട് പകലിലേക്ക് ഇറങ്ങാം, പകൽ എന്തും തിന്നും കുടിക്കും ചെയ്യാൻ ഒരു കുഴപ്പമില്ല, രാത്രി നോമ്പൂൽക്കുക. അതല്ല എളുപ്പാക്കാനുള്ള ഒന്നും കൂടി മാർഗം. എന്തിനാണ് ഈ പകൽ ഈ വെയിലത്ത് നോമ്പാക്കിയിട്ട് രാത്രി ഉറങ്ങാൻ പറഞ്ഞ് എന്നിട്ട് പിന്നെ എളുപ്പാക്കി പ്രയാസമല്ല എന്നൊക്കെ പറയുന്ന അർത്ഥം എന്താ? ആ കുട്ടി ചോദിച്ചു. ഞാൻ കുറെ കാലം ഈ ആയത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ആരും ഇങ്ങനെ ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ലേ. ഈ ചോദ്യം കേട്ടവനെ ഉത്തരം പറയൽ നിർബന്ധമല്ലോ. അപ്പൊ ഞാൻ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടി പഠിക്കേണ്ടി വന്നു. അപ്പൊ പഠിച്ചപ്പോ എനിക്ക് കിട്ടിയ ഉത്തരമുണ്ട്. എന്താ വെച്ചാല് അള്ളാഹു എളുപ്പമാക്കുക പ്രയാസമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യം എന്താ പറയുക? ഈ തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് തിന്മയുടെ വലിയ പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിലൂടെ നടക്കുമ്പോ ആ പ്രലോഭനത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് എളുപ്പമാവേണ്ടത്. എന്താ എളുപ്പമാവേണ്ടത്? അപ്പൊ നോക്കികള്, എല്ലാ തിന്മകളും ഇന്ത്യയൊക്കെ ചെറുപ്പകാലത്ത് ഒരു സിനിമക്ക് പോകണമെന്ന് തീരുമാനിച്ചാൽ പോകാനുള്ള പണി ഞാനൊന്നും സിനിമ കണ്ടില്ല. കാരണം എന്താ? സിനിമകൾ പോയി കണ്ടില്ല. കാരണം എന്താ അറിയോ? എന്റെ ബാപ്പന്റെ നാട്ടിലെ പള്ളിക്കല് ബാങ്ക് കൊടുക്കുന്ന ആളും എന്റെ മദ്രസിലെ ഉസ്താദും ആൾക്കാർ മരിക്കുമ്പോ കബറുത്താൻ ആളില്ലെങ്കിൽ അത് കുത്തി കൊടുക്കുന്ന ആളും കൂടിയാണ് എന്റെ ബാപ്പ. വളരെ സ്ട്രിക്റ്റാ ബാപ്പ. എന്റെ നാട്ടിലൊക്കെ ഈ ക്രൈസ്തവ ചർച്ചുകൾ, ഞങ്ങളെ ഒരു പള്ളിന്റെ സ്ഥാനത്ത്, ഒരു മുസ്ലിം പള്ളിന്റെ സ്ഥാനത്ത് 18 ക്രൈസ്തവ ചർച്ചുകളുണ്ട്. അത്ര ചർച്ചുകളുള്ള നാടാ. അമ്പലങ്ങളുണ്ട്. ഈ ചർച്ചുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. എല്ലാ കൊല്ലം പെരുന്നാൾ ഉണ്ടാവും. ഓലെ പെരുന്നാൾ, ഈ ഗ്രാമങ്ങളിലെ പള്ളി പെരുന്നാൾ പറഞ്ഞാൽ അതൊരു ആഘോഷ. നാടകവും ഗാനമേളയും പിന്നെ എല്ലാ പരിപാടിയും കച്ചവടങ്ങളും എല്ലാം ഉണ്ടാവേ. അതുകൊണ്ട് ഈ പള്ളി പെരുന്നാളിന്റെ അന്ന് ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ മൊത്തം ഇളകി, ജാതി മതമൊന്നുമില്ല, എല്ലാവരും പള്ളി പെരുന്നാളിന് പോകും. അതൊരു ആഘോഷമാണ്. അതും 18 പള്ളി ഉണ്ടെങ്കിൽ 18 പെരുന്നാളുണ്ടാവും. പക്ഷെ ഞാനൊന്നും ഒരു പള്ളി പെരുന്നാളിന് പോയിട്ടില്ല. അഥവാ പോകണം എന്ന് ബാപ്പാനോട് നിർബന്ധം പിടിച്ചാൽ തന്നെ ബാപ്പാന്റെ കയ്യുമ പിടിച്ച് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകും. ആ പള്ളിന്റെ കോമ്പൗണ്ടിൽ കയറാനോ ഒരു വെടിക്കെട്ട് കാണാനോ ഒരു നാടകം കാണാനോ ഒന്നും നമ്മളെ ബാപ്പ അനുവദിച്ചിട്ടില്ല. പിറ്റേ ദിവസം കുട്ടികൾ ഇങ്ങനെ ക്ലാസ്സിൽ വന്ന് എന്താ വെടിക്കെട്ട്, എന്താ നാടകം, എന്താ അറിയുമ്പോ നമ്മൾ തൊള്ളിയും വെച്ച് ബാപ്പാനോടൊക്കെ പെരും ദേഷ്യം തോന്നും. ബാപ്പ കാണിച്ചിട്ടില്ല. അത്ര സ്ട്രിക്റ്റായി വളർത്തിയ ബാപ്പയാ. അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമക്ക് പോയിട്ടില്ല. പക്ഷെ ഇന്ന് എന്റെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക്, എന്റെ കുട്ടിക്ക് ഓനൊരു സിനിമ കാണണമെന്ന് വിചാരിച്ചാല് ആ സിനിമ കാണാൻ എന്ത് സുഖം. സിനിമകൾ പോണ്ട, ടിക്കറ്റ് എടുക്കണ്ട, പാപ്പാന്റെ കണ്ണ് വെട്ടിച്ചണ്ട, പാതിരാത്രിക്ക് പോണ്ട. ഓന്റെ കയ്യിൽ വാങ്ങിക്കൊടുത്ത മൊബൈല് ഞാനാണ് നെറ്റിന് പൈസ കൊടുക്കല്. ആ നെറ്റില് ഓന് വേണമെങ്കിൽ ആ സിനിമ ഓന്റെ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ഇഷ്ടം പോലെ കാണാം. പുതിയ തലമുറയെ പറ്റി പറയുമ്പോ എല്ലാവരും വിഷയം തരും പ്രസംഗിക്കാൻ. എന്താണ്? വഴിതെറ്റുന്ന യുവത, കൗമാരം, ബാല്യം, വഴിതെറ്റുന്ന കൗമാരം. എന്നിട്ട് എല്ലാ ചില ചെറുപ്പക്കാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, അല്ല ഉസ്താദെ ഇവിടെ യുവാക്കൾ മാത്രമേ വൈകിട്ടുള്ളൂ. 82 വയസ്സായ കാക്ക 2 വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ച വാർത്തകളൊന്നും വായിച്ചില്ലേ? ഓലൊന്നും വഴിതെറ്റുന്നില്ലേ? ഞങ്ങളെങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടല്? ഞാൻ പറഞ്ഞു, പൊന്നാര മോനെ സോറി, എനിക്ക് പൂതിൻ്റെറ്റല്ല, എനിക്ക് തരുന്ന വിഷയം അതേക്കാർ അങ്ങനെ പറയണ്ട. ഇന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ യുവാക്കളും കുട്ടികളും അത്ര മോശമൊന്നല്ല. ഞാൻ ഇപ്പൊ വിഷയം മാറ്റി പറഞ്ഞോളൂ. നമ്മുടെ യുവാക്കളും കുട്ടികളും മോശമല്ല, അവർ നല്ല കുട്ടികളാ, നല്ല യുവാക്കളാ. ഒരു നല്ല അജണ്ട ഓളെ ഏൽപ്പിച്ചോക്കാൻ നിങ്ങൾ. അതാ ജാഫറൊക്കെ
എന്തുകൊണ്ടാ ജാഫറിന്റെ അതേ പ്രായം ഉണ്ടാവും ഇപ്പൊ കടപ്പുറത്ത് കഞ്ചാവും വിറ്റ് കിടക്കണേ? എന്തുകൊണ്ട് ജാഫർ ഇവിടെ സ്വാഗതം പറയാൻ എത്തിയത്? എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ? അതിനൊരു കാരണം ഉണ്ടാവും. അതായത് നമ്മുടെ യുവത്വത്തിന് ഒരു അജണ്ട നമ്മൾ കണ്ടെടുക്കണം. മക്കളെ, നിങ്ങൾ ഇങ്ങനെയാട്ടോ വളരേണ്ടത്, നിങ്ങൾ ഇന്നതാട്ടോ ചെയ്യേണ്ടത്. ഇത് ഒന്നും ഓൽക്ക് കൊടുക്കാനുമില്ല. പെരയിൽ റേഷൻ വാങ്ങാനുള്ള പണി കൂടി മക്കളെ ഏൽപ്പിക്കാതെ അതൊന്ന് ഓല ഏൽപ്പിച്ചാൽ ശരിയാവില്ല അറിഞ്ഞാണ്ട് 82 വയസ്സായ ബാപ്പ നൊണ്ടി ഇങ്ങനെ പോകുക റേഷൻ പിടിക്കും. ആ അമ്മ പറഞ്ഞു, നോക്കി നിങ്ങൾ ആ റേഷൻ കാർഡ് കൊടുത്തു ഓൻ വാങ്ങിക്കൊണ്ടിരും. ഓന അതിന് പറ്റൂലേ? ഓൻ എന്തിനാ പറ്റുക? ഓനെങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കുത്താനല്ലാതെ ഒരു പരിപാടിക്ക് ഓനെ പറ്റുമോ? റേഷൻ വാങ്ങാം. എന്നിട്ട് ഇയാൾ പോവുക. ഈ കുട്ടിയേക്ക് ഒരു പണി കൊടുക്കണില്ല. അവർക്കൊരു എന്താണ് ലക്ഷ്യമെന്ന് പറയുന്നില്ല. എന്തിനാ ഓല് ജീവിക്കണ്ടേന്ന് പറയണില്ല. പിന്നെ ഓല് എത്തിമാകല്ലേ ഓർക്ക്. ഇപ്പൊ നമ്മ ഈ വയനാട്ടില് ആ മണ്ണിടിച്ചലും ഒക്കെ ഉണ്ടായപ്പോ അതിൽപ്പെട്ട ഒരുപാട് മയ്യത്തുകള് ഞങ്ങളുടെ നാട്ടിലൂടെയാണ് ഒഴുകി വന്നത്. കുണ്ടേരി, പോത്തുകല്ല്, ചാലിയാറിലൂടെ വന്നത്. ഇത് ഒഴുകി ഇങ്ങനെ വന്നത് പറഞ്ഞാൽ മനുഷ്യന്മാർ ഒന്നായിട്ടല്ലേ വന്നേ. മുറിഞ്ഞ കയ്യ്, കാലിന്റെ കഷ്ണം, വയറിന്റെ കഷ്ണം, കഴുത്ത് വേർപ്പെട്ട തല, നെഞ്ച്, ഇങ്ങനെ ഓരോ കാരണവും. ഈ വയനാട്ടിൽ നിന്ന് വരണമെങ്കിലേ ഒരു വലിയ വെള്ളച്ചാട്ടത്തിന് താഴേക്ക് ചാടണം. നിങ്ങൾ കണ്ടില്ല വെള്ളച്ചാട്ടം? എന്ത് വാട്ടർഫാൾസ് എന്നാ പറയല്? എന്തായാലും ആ വെള്ളച്ചാട്ടം ആ മയ്യത്ത് ഇങ്ങോട്ട് ചാടിയിട്ട താഴത്ത ആ വെള്ളച്ചാട്ടം ചാടി വരുമ്പോഴത്തേ ഇതാകെ കഷ്ണമായിട്ടുണ്ടാകും ഈ മയ്യത്തുകൾ. അതും ഈ വെള്ളത്തിലും മണ്ണിലൊക്കെ ദിവസങ്ങൾ കടന്ന് അലിഞ്ഞ മയ്യത്തല്ലേ. ചില മയ്യത്തൊക്കെ വരുമ്പോ ഇത് മനുഷ്യന്റെ ഏത് ശരീരത്തിന്റെ ഭാഗാന്ന് പോലും അറിയില്ല. ആണവണ്ണെന്ന് അറിയില്ല. പിന്നല്ലേ ഇതാണെങ്കിലോ 3-4 ദിവസം കഴിഞ്ഞിട്ടേ ആകെ ദുർഗന്ധമുണ്ട്. ഇതിങ്ങനെ കൃത്യമായിട്ട് വരില്ല, മണ്ണിൽ പൊതഞ്ഞു കിടക്കുക. തിരയാൻ പോയ ഒരു 10-24 വയസ്സുള്ള എന്റെ നാട്ടിൽ ചെറുപ്പക്കാരുണ്ട്. ഓൻ പറഞ്ഞേ, സാറേ ഒരു മുടിന്റെ തല ഇങ്ങനെ മണലിൽ കിടക്കണ്ടേ. ഞാൻ പെട്ടെന്ന് മുടി അയക്കാറ് ഗതി ഞാനിങ്ങനെ തെരഞ്ഞു നടക്കാളോ. ചെറുക്കന്മാരിങ്ങനെ തെരഞ്ഞു നടക്കാൻ ആ കാലുകൊണ്ട് തട്ടിയപ്പോഴേ അത് പോകുന്നില്ല. അപ്പൊ ഞാൻ ആ മുടി ഒന്ന് വലിച്ചു നോക്കി. അപ്പൊ ആ മുടി കെട്ട് പറഞ്ഞു പോന്നപ്പോ സാറേ അതിന്റെ ഉള്ളിൽ തോലുണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് മാന്തി നോക്കിയപ്പോ ഒരു തല തന്നെ എന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അവിടെ ഇവിടെ മരപ്പൊത്തിലും അതേപോലെ പാറപ്പൊത്തിലും മണ്ണിന്റെ ഉള്ളിലും കുറ്റിച്ചെടിയിലൊക്കെ തടിഞ്ഞു കിടക്കുന്ന മനുഷ്യാവസ്ഥകൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് പേടിയാവും. ചിലപ്പോ അറപ്പ് തോന്നും, അത്ര ദുർഗന്ധമുണ്ട്. ഇതൊക്കെ ഈ കുട്ടികളെ പെറുക്കിട്ട് ഓല് വന്ന ബരവ് കാണണം. ചെകിടടപ്പിക്കുന്ന ബൈക്കുമ്പോ ഭയങ്കര ഒച്ചമല ഓല് വന്നേ. ഒരു കാരണവന്മാരും ചീത്തറിഞ്ഞില്ല. മറ്റേ ചീത്തറിയും കുരുത്തം കണ്ട ചെക്കന്മാര് ബൈക്കിന്റെ ഒച്ച കണ്ടില്ലേ എവിടേക്കാവും പോണെന്നൊക്കെ. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ ആരും ചീത്തറിഞ്ഞില്ല. കാരണം ഓല് വന്നാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഓലെ കാത്തിക്ക. നല്ല 4 വീൽ ഡ്രൈവ് ജീപ്പൊക്കെ ആയിട്ട് ഓല് വന്ന് കണ്ടാൽ തന്നെ പേടിയാകും. പക്ഷെ ഓല് വന്ന് ഓലെ കൂളിംഗ് ഗ്ലാസ് കഴിച്ചു വെച്ച് ആ നല്ല കുപ്പായ കഴിച്ചു വെച്ച് ടീഷർട്ടും ജീൻസും ഇട്ട് ഓലിങ്ങനെ ചോദിച്ചു. അവിടുത്തെ ISM ഒക്കെ പ്രവർത്തകരുണ്ട്. ഓരോട് ചോദിച്ചു ഭക്ഷണം വല്ലതും ഉണ്ടാകുമോ. ISM പ്രവർത്തകര് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഒരുക്കി പാക്ക് ചെയ്ത് ഓലെ ഏൽപ്പിച്ച് ഇവര് കുന്നുകയറുകയാണ്. കയറി നടന്ന് കുറെ പോണേ. ഈ പുഴയിൽ ഉരുളം കല്ലുകളാ. ആ കല്ലുകൾ ചവിട്ടി വീണും നീച്ചു ഇങ്ങനെ പോണം. വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ മേലെ ചെന്നപ്പോ ഓരോരുത്തർക്ക് അവിടുന്ന് പോന്നൊക്കെ പലതും കിട്ടി. അത് തിരിച്ചു കൊണ്ടുവരാൻ മാർഗല്ല. ഏറ്റണമെങ്കിൽ അവസാനം മുള വെട്ടിയിട്ട് ഈ കിട്ടിയ സാധനങ്ങളൊക്കെ ഒരു തോർത്തുമുണ്ടിലോ ചാക്കിലോ ഒക്കെ കെട്ടിയിട്ട് ഈ മുളന്റെ തലക്ക കെട്ടിയിട്ട് ആ മുള ഇങ്ങനെ തോളത്ത് വെച്ച് ഒരു നടക്കുക. എത്രങ്ങോളം നടക്കണങ്ങള്. ഒരു ട്രാക്ടർ പോകുന്ന റോഡുണ്ട്, ആ റോഡിലേക്ക് എത്തിക്കണം. അവിടെ എത്തിയാല് പിന്നെ ആ ട്രാക്ടറിൽ കിടത്തിയിട്ട് പിന്നെ ആ ട്രാക്ടർ 2-3 മണിക്കൂർ 2-3 കിലോമീറ്റർ ഓടിയാല് ആംബുലൻസ് വരുന്ന റോഡിലെത്തും. പിന്നെയാണ് ആംബുലൻസ് കയറ്റി കൊണ്ടുപോണേ. ഈ ട്രാക്ടറിൽ എത്തുന്ന 4-5 കിലോമീറ്റർ ഇവർ നടന്നെ പോണം. ഈ ദുർഗന്ധം വമിക്കുന്ന ശരീരവും. ഞാൻ ഈ പറഞ്ഞ നേരത്തെ ആ മുടി വലിച്ചെടുത്ത 24-കാരുണ്ടല്ലോ, ഓൻ പറഞ്ഞതേ 1 മാസം കഴിഞ്ഞിട്ടാ സാറേ ശരിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയത്. ഈ ദുർഗന്ധ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴേക്ക് ഈ മനുഷ്യ മാംസത്തിന്റെ വല്ലാത്ത ദുർഗന്ധം മൂക്കിലേക്ക് വരിക. പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നൂല. ആ പ്രവൃത്തികൾ ഭംഗിയായി ചെയ്തതേ നമ്മുടെ ചെറുപ്പക്കാരായിരുന്നു അല്ലേ. അപ്പൊ നമ്മുടെ ചെറുപ്പം, നമ്മുടെ ബാല്യങ്ങളൊന്നും മോശമല്ല. അപ്പൊ നമ്മളൊക്കെ ഹയർ സെക്കൻഡറി സമ്മേളനം നോക്കണ്ടെങ്കിൽ ഹൈസക്കുകൾ, MSM നടത്തുന്ന ഹൈസക്കുകൾ, ഓരോ ഹൈസക്കുകളിലും 7000-8000 കുട്ടികള്. ആരാണ് ഈ കുട്ടികളെ? നിങ്ങൾ വിദേശത്തുനിന്നല്ല, നമ്മുടെ നാട്ടിലെ നല്ല 15, 16, 17 വയസ്സുള്ള ചോക്ലേറ്റ് പോലത്തുള്ള കുട്ടികൾ. അവര് ഹൈസക്കിന്റെ പന്തലില് പ്രസംഗം കേൾക്കാൻ, ഗാനമേളല്ല, ഡാൻസ് ഇല്ല, നാടകമില്ല, മറ്റെന്തെങ്കിലും പാർട്ടികളില്ല, ഒന്നുമില്ല. ഈ MSM പറയുന്ന ഖുർആനും സുന്നത്തും എനിക്കൊക്കെ കണ്ണിൽ വെള്ളം നിറയും. MSM വേദി പ്രസംഗിക്കുമ്പോ ഏതൊരു ഇരുത്താണ് ഈ മക്കൾ ഇരിക്കുന്നത്. കണ്ണുക്ക് നോക്കി ഇരിക്കുക. മാതാപിതാക്കളെ പറ്റിയ മിക്കവാറും എനിക്ക് വിഷയം കിട്ടുക. ആ മാതാപിതാക്കളെ പറ്റി പറയുമ്പോഴൊക്കെ ഈ മക്കളുടെ കണ്ണ് നിറയുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കുക. എന്നിട്ടും നമ്മൾ ആൾക്കാർ പറയാ കുരുത്തം കെട്ട കൗമാരം, യൗവനം. ഈറ്റങ്ങൾ കുരുത്തം കെട്ടല്ല. ഓൽക്ക് നല്ലവരാവാനുള്ള മാർഗം ഒന്നും കിട്ടണില്ല.
എന്നാ ചീത്തയാവാനുള്ള മാർഗം ഇഷ്ടം പോലെ ഉണ്ട്. പറ്റൂല, അത് പാടില്ല, അത് പാടില്ല, അത് പാടില്ല എന്ന് പറയല്ലാതെ ഇത് പാടുണ്ട് കുട്ടികളെ നിങ്ങൾ ഇത് ചെയ്തോളെന്ന് പറയാന് എന്തെങ്കിലും ഒന്ന് നമ്മളെടുത്തുണ്ടോ? നമ്മളെ കുട്ടികളൊക്കെ പഠിക്കുകയാണല്ലോ. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾക്ക് കഴിയെങ്കിൽ നിങ്ങളൊരു കാര്യം വെറുതെ ഒന്ന് പരിശോധിക്കേണ്ടി. KG ക്ലാസ് മുതൽ PG വരെ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെ അവർ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ മാതാപിതാക്കളോട് കരുണ കാണിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഇവിടെ വിവിധ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലേ, മദ്രസ പുസ്തകം മാറ്റി വെക്കും. നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ പുസ്തകത്തിൽ കെമിസ്ട്രി, ബയോളജി, സുവോളജി, ബോട്ടണി, സോഷ്യൽ സയൻസ്, ജോഗ്രഫി, അങ്ങനെ CS, ECA, ACCC അങ്ങനെ പോട്ടെ, ഏതാവട്ടെ, നിങ്ങൾ മെഡിസിൻ എന്താവട്ടെ, നിങ്ങൾ പഠിക്കുന്ന ഏത് പാഠപുസ്തകത്തിലാണ് വാർദ്ധക്യമെത്തിയ മാതാപിതാക്കളെ സ്നേഹത്തോടുകൂടി പരിചരിക്കണം എന്ന ഒരു പാഠം പഠിക്കുന്നത്? നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണമെന്ന പാഠം പഠിക്കുന്നത്? പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കണമെന്ന പാഠം ഏത് പാഠപുസ്തകത്തിന്റെ ഏത് പാഠമായിട്ടാ പഠിപ്പിക്കണേ? ഞാനൊരു അധ്യാപകനാ. ഇപ്പോ അഫ്സലുൽ ഉലമ എന്ന കോഴ്സ് നമ്മളൊക്കെ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ ഉപയോഗിക്കുന്ന കോഴ്സാണ്. ഈ അഫ്സലുൽ ഉലമ എന്ന് പറഞ്ഞ കോഴ്സ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിർത്താൻ പോവുകയാണ്. ഇപ്പോ കൊല്ലത്ത് ആരംഭിച്ച പുതിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടി മാത്രമുള്ള യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അഫ്സലുൽ ഉലമയുടെ പ്രൈവറ്റ് കോഴ്സ് മാറി. അപ്പൊ ഞങ്ങളുടെ കോളേജിലൊക്കെ അഫ്സലുൽ ഉലമ കോഴ്സ് നടക്കുന്നത് ഈ SN യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അപ്പൊ SN യൂണിവേഴ്സിറ്റിയുടെ അഫ്സലുൽ ഉലമ കോഴ്സിന്റെ ആദ്യ സെമസ്റ്റർ എക്സാമിന് വേണ്ടി പുസ്തകം വന്നപ്പോ, പുതിയ സിലബസ് ആണ്, പുസ്തകം വന്നപ്പോ 4 പേപ്പർ ഫസ്റ്റ് ഇയർ, ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ 4 പേപ്പർ. ഈ 4 പേപ്പറിൽ ഒന്നാമത്തെ പേപ്പർ അറബിക് ഗ്രാമർ, ബേസിക് അറബിക് ഗ്രാമർ എന്നൊരു പേപ്പറാണ്, അതായത് അറബിക് ഗ്രാമർ. രണ്ടാമത്തെ പേപ്പർ ഇംഗ്ലീഷാണ്. മൂന്നാമത്തെ പേപ്പർ പരിസ്ഥിതി പഠനമാണ്. നാലാമത്തെ പേപ്പർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. അഫ്ളൽ ഉലമ എന്ന പേരിൽ പണ്ഡിതന്മാരെ വാർത്തെടുത്ത് നമ്മുടെ മിമ്പറുകളെ സമ്പന്നമാക്കി സമൂഹത്തിൽ മതപ്രബോധകരെ വാർത്തെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ കോഴ്സിൽ മതവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പുസ്തകം ഒന്നാമത്തെ സെമസ്റ്ററിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. ആകെപ്പാടുള്ളത് അറബിക് ഗ്രാമറിന്റെ ബേസിക് അറബിക് ഗ്രാമർ എന്ന പേരിൽ നഹ്വുൽ വാദിയുടെ ആ ഒന്നാം ഭാഗത്തിനെ ഒന്ന് വിപുലീകരിച്ചുള്ള ഒരു കോഴ്സ്. അതായത് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ പാഠ്യപദ്ധതി ഉണ്ടല്ലോ, ആ പാഠ്യപദ്ധതി മാനവികമല്ല. ഈ പാഠ്യപദ്ധതി നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയല്ല. ഓല് ഉമ്മാന്റെ പള്ളിയിൽ നിങ്ങൾ ജനിച്ചു വീണപ്പോ പഠിക്കാനുള്ള പുസ്തകം കൊണ്ട് വന്നതല്ല. അവരെന്തു പഠിക്കണം, അവരുടെ സിലബസ് എന്താവണമെന്ന് നമ്മളാണ് തീരുമാനിച്ചത്. നമ്മുടെ ഫാക്കൽറ്റികള്, നമ്മുടെ പണ്ഡിതന്മാര്, വിദ്യാഭ്യാസ വിചക്ഷണര്, വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥര്, നമ്മളാണ് തീരുമാനിച്ചത് നമ്മുടെ കുട്ടി എന്താ പഠിക്കേണ്ടത്. ആ പഠിക്കേണ്ട പാഠപുസ്തകത്തിൽ എവിടെയും നമ്മുടെ കുട്ടികളെ മനുഷ്യരാക്കി വളർത്താൻ പറ്റുന്ന ഒരു ധാർമ്മികതയും പഠിപ്പിക്കപ്പെട്ടില്ല. ആകപ്പാടപ്പ് എന്തിനാ പഠിക്കണ നിങ്ങള്? മോഹൻലാലിന്റെ പരസ്യവാചകം കണ്ടില്ല നിങ്ങള്? എന്താണ്? 21-ാം വയസ്സിൽ ജീവിതം സെറ്റാവണം. എന്താ ജീവിതം സെറ്റാവുക പറഞ്ഞാല്? പഠനം കഴിഞ്ഞ് ഒരു ജോലി കിട്ടി ശമ്പളം വാങ്ങി അവന്റെ ജീവിതം സെറ്റാവണം എന്ന് 21-ാം വയസ്സിൽ. അതുകൊണ്ട് ആ 21-ാം വയസ്സിൽ എന്റെ കുട്ടിന്റെ ജീവിതം സെറ്റാവും. ഏത് ബാപ്പിയമ്മി, ഞാൻ നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങളെ മക്കളുടെ മുമ്പിൽ വെച്ച് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം തെരഞ്ഞെടുത്തപ്പോ എന്റെ മകൻ ധാർമ്മിക മൂല്യമുള്ള ഒരു മകനായി മകളായിട്ട് വളരണം, അതിനു പറ്റിയ ധാർമ്മികതയുടെ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് എത്ര രക്ഷിതാക്കൾ തീരുമാനിച്ചു? തപ്പടെ PSMO കോളേജിൽ കുട്ടികൾ നിറഞ്ഞു നിൽക്കേ. അപ്പുറത്ത് KMM അറബി കോളേജിൽ കഴിഞ്ഞ വർഷത്തെ പ്രിലിമിനറിയിൽ എത്ര സീറ്റ് ഒഴിവുണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കി. ധാർമ്മികതയുള്ള മതബോധമുള്ള ഒരു കുട്ടിയായി എന്റെ കുട്ടിയെ വളർത്തണമെന്ന് എത്ര രക്ഷിതാക്കൾ ആഗ്രഹിച്ച് എല്ലാരും നമ്മളടുത്ത് ചോദിക്കും, ഉസ്താദെ ഏത് കോഴ്സാപ്പ് എന്റെ കുട്ടിക്ക് നല്ലത്? അപ്പൊ നമ്മൾ ചോദിക്കും, നല്ലത് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? ഒന്നുമല്ല, കുറച്ചു കാലം കൊണ്ട് പഠിച്ചു തീരണം, വേഗം ജോലി കിട്ടണം, പ്രത്യേകിച്ച് ഗൾഫിലും സ്റ്റേറ്റ്സിലും ഒക്കെ ജോലി കിട്ടുന്ന കോഴ്സ് ആവണം. എന്ത് കോഴ്സിനാ വിടുക? എല്ലാരും അതാ ചോദിക്കണേ. പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന ATMകളാക്കി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണമെന്നാണ് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ ഘടകം താരങ്ങള്, നമ്മുടെ ഈ കുട്ടികളെ തിന്മയിലേക്ക്, നമ്മുടെ ഉദ്ഘാടകനാണ്, അദ്ദേഹം എത്താൻ വൈകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ തുടങ്ങി വെച്ചത്.
പിന്നെ തുടങ്ങി വെച്ചപ്പോ ഞാൻ തന്നെ രണ്ട് കാര്യം വിചാരിച്ച്. ഒന്ന്, അദ്ദേഹം വരുമ്പോ തിരക്കുള്ള ആളാണ്, നമ്മളെക്കാൾ തിരക്കുണ്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് പോകാൻ തിരക്കുണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും. അല്ല കുഴപ്പമില്ല, നിങ്ങള് തുടർന്നോളൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തുടരും. എന്നാലേ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞോളാം. അദ്ദേഹം തിരൂര് മറ്റൊരു പ്രോഗ്രാം കൂടി ഉണ്ട്. നമ്മുടെ സംഘടനാ നേതൃത്വത്തിൽ വരുന്ന ആളുകൾ നിങ്ങൾക്കറിയാലോ, തിരക്ക് പിടിച്ച്, പ്രത്യേകിച്ച് റമദാനില്. അപ്പോ എല്ലായിടത്തും ഓടി എത്തിയില്ലെങ്കിൽ പരാതികൾ. ഇപ്പൊ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ വിളിച്ചു പറയാം, ഇവിടെ തുടങ്ങിയില്ലേ, ഞാൻ തിരൂർക്ക് പോവാട്ടോ, എനിക്ക് എത്താൻ കഴിയില്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ സംഗതി തീർന്ന്. പക്ഷെ ഒരു ഉത്തരവാദിത്തമാണല്ലോ, സംഘടനാ ഉത്തരവാദിത്തം. അള്ളാഹു ദീർഘായുസും ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. അപ്പൊ അദ്ദേഹം നമ്മുടെ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ സംസാരം തുടരും. ഞാൻ ഇടക്ക് എന്താ പറയാ, ദീർഘിപ്പിക്കൊന്നുമില്ല. 6 മണിക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ നിർത്തിയെടുത്ത് അവസാനിപ്പിക്കാം. അതായത് ഈ നമ്മുടെ യുവത്വത്തിന് കൃത്യമായ ഒരു അജണ്ട വെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാത്തതിന്റെ, അവർക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ താല്പര്യം കാണിക്കാത്തതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളാണ് നമ്മൾ ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അത് പറയാൻ കാരണം എന്താ നിങ്ങള്, ഇപ്പൊ റമദാനുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല കർശനമായ നിയമങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. അതായത് കർശനമായ നിയമത്തിന്റെ ചട്ടക്കൂടിലൂടെ വളർന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിനെ ധാർമ്മികതയിലേക്കും നന്മയിലേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ ആ മനുഷ്യന് നല്ല എളുപ്പമായിരിക്കും. നല്ല ചട്ടക്കൂടിൽ വളർന്ന ഒരാളെ സംബന്ധിച്ച് തിന്മയിലേക്ക് പോവുക എന്നത്, അല്ലെങ്കിൽ പോകാതിരിക്കുക എന്നത് അവനെ സംബന്ധിച്ച് അത്ര പ്രയാസാവില്ല. എന്നാൽ കൃത്യമായ നിയമങ്ങളില്ലാതെ വളർന്ന ഒരാളെ സംബന്ധിച്ച് ഈ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നത് വളരെ വലിയ പ്രയാസം. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് ഒരു ബാറ്, ഇപ്പൊ ഈ ഹൈവേയുടെ ഓരത്ത് ഒരു ബാറിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ഭയങ്കര ബാറാണ്, ആരൊക്കെയോ വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയാവൂല, നമ്മളത് കാണൂല്ല, കേൾക്കൂല, അതിനെപ്പറ്റി ആലോചിക്കൂല. കാരണം ആ സാധനത്തിന് നമ്മളുമായിട്ട് യാതൊരു ബന്ധമല്ല. എന്നാൽ കൃത്യമായിട്ട് ബാറിൽ പോയി കുടിക്കുന്ന ഒരാളാണെങ്കിലേ ഭയങ്കര സന്തോഷമായി. അറിഞ്ഞപ്പോ കോഴിക്കോട് പോകണ്ടല്ലോ, പെട്ടെന്ന് തുറന്നല്ലോ, ഞാൻ അവിടെ പോയി കുടിച്ചാൽ മതിയല്ലോ. ഓനിങ്ങനെ അതിന്റെ ഉദ്ഘാടനം ഇങ്ങനെ കണക്ക് കൂട്ടി, ഓന്റെ സംസാരത്തിലൊക്കെ ഈ ബാറൈക്കാരം, ഓന്റെ കൂട്ടുകാരോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുക. ഓൻ ആ ബാറിന്റെ മുന്നിൽ കൂടെ അവിടെ കയറാതെ പോകാൻ കഴിയില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ആ ബാറിന്റെ മുമ്പ് കൂടെ 1000 വട്ടം നടന്നാലും ഒരിക്കൽ പോലെ ഉള്ളിക്കൊട്ട് കയറാൻ തോന്നൂല്ല. അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങള് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ആ പ്രയാസകരമായ ദൗത്യം നിർവഹിക്കാൻ അള്ളാഹു നിങ്ങളെ നന്നായി മെരുക്കിയെടുക്കുകയാണ് ഈ നിയമത്തിലൂടെ ചെയ്യുന്നത്. നല്ല ദാഹിക്കുന്ന സമയത്ത് ശുദ്ധമായ പച്ചവെള്ളം എന്റെ വീട്ടിലുണ്ടായിരിക്കെ അള്ള എന്നോട് കുടിക്കരുത് എന്ന് പറയുമ്പോ അത് കുടിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു ഹറാമാക്കിയ കള്ളിലേക്ക് ഞാൻ എങ്ങനെ പോവാ? ഞാൻ പോവില്ല. പച്ചവെള്ളം അള്ള കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിക്കാതെ നിൽക്കണേ, പിന്നെണ്ടോ അള്ള കുടിക്കണ്ട എന്ന് പറഞ്ഞ കള്ള്? അള്ളാഹു ഞാൻ എന്റെ വീട്ടില് അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവച്ച ചോറ് കൊണ്ട്, അരി കൊണ്ട് ചോറ് വെച്ചിട്ട് ആ ചോറ് ഉച്ചക്ക് ഉണ്ടായിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിട്ട് ആ ചോറ് തിന്നരുത് എന്ന് പടച്ചോൻ പറഞ്ഞപ്പോ അത് തിന്നാതെ എനിക്ക് ജീവിക്കാൻ പറ്റിക്കണമെങ്കിൽ പിന്നെ കൈക്കൂലിയും കഞ്ചാവും തോന്നിയാസമുള്ള പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഹറാമായ ചോറുന്നാൻ ഞാൻ എങ്ങനെയാ പോവുക? ഞാൻ മഹറ് കൊടുത്ത് കെട്ടിയ പെണ്ണ് എന്റെ വീട്ടിലുണ്ടായിരിക്കെ റബ്ബിനോട് പറഞ്ഞു അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റിക്കണമെങ്കിൽ പിന്നെ അള്ള എനിക്ക് ഹറാമാക്കിയ എന്റെ അയലോക്കക്കാരന്റെ പെണ്ണുങ്ങളടുത്തേക്ക് ഞാൻ എങ്ങനെയാ പോവുക? അപ്പൊ അള്ളാഹു നമുക്ക് എളുപ്പമാക്കിയത് എന്താ നിങ്ങള്? അള്ള എളുപ്പമാക്കിയത് നന്നായിട്ട് ജീവിക്കാനുള്ള ശേഷി ഉണ്ടല്ലോ, അതാണ് അള്ള എളുപ്പാക്കിയത്. നമ്മളെ പല കൂട്ടുകാരോടും ഈ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്ന പെരിയിൽ എന്നും ദുരിതയിക്കാരം അങ്ങനത്തെ ചില സുഹൃത്തുക്കൾ നമുക്കൊക്കെ ഉണ്ട്. ഒരു കള്ളു കുടിക്കും, രാത്രി പെരിയിൽ വന്ന് പൂര അടിയിക്കാരം, ഓന്റെ പെണ്ണുങ്ങൾ നിലവിളിച്ച് കരയും. അപ്പൊ ഞങ്ങൾ പോയിട്ട് മദ്യം പറഞ്ഞ് ഒഴിവാക്കും. ഓള് കുറെ സങ്കടപ്പെടും. ഈ കള്ളിന്റെ മാല ഇറങ്ങിയാല് ഓനും സങ്കടപ്പെടും. നമ്മളോട് പലപ്പോഴും സത്യം ചെയ്യും, ഉസ്താദെ ഇനി ഞാൻ ഒരിക്കലും കുടിക്കൂലെന്ന് പറയും. പിറ്റേന്ന് വൈകുന്നേരം കാണാം പിന്നെയോ 4 കാൽമ വരുന്നത്. അപ്പൊ ഓനോട് ചോദിക്കുമ്പോ എന്താ പറയാറോ? അത് സാറേ
പണിയെടുത്ത് 500 റുപ്യ കീശിയിൽ കിട്ടി പോരുന്ന വൈക്ക് ഒരു ചാരായ ഷാപ്പ് ഉണ്ട്, അതിന്റെ മുന്നിൽ കൂടെ പോകുമ്പോ അവിടെ കയറാതെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതാ പ്രശ്നം, അവിടെ കയറാതെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതെ, ഞമ്മക്ക് കയറാതെക്കാൻ പറ്റുന്നുണ്ട്, ഓൾക്ക് കയറാതെക്കാൻ പറ്റണില്ല. എന്തുകൊണ്ടാ ഓൾക്ക് കയറാതിരിക്കാൻ പറ്റാത്ത, നമുക്ക് എന്തുകൊണ്ടാ കഴിയണേ? ആ കഴിവാണ് ഈ നോമ്പിലൂടെ പടച്ചോ നമുക്ക് തരുന്നേ. ഞങ്ങൾ ഒരിക്കൽ അരീക്കോട് സുല്ലം സലാമിന് പഠിക്കുമ്പോ ഈ അരീക്കോട് ആ കുന്നിന്റെ മേലെ ഒരു മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ക്യാമ്പ് ഉണ്ട്, MSP ക്യാമ്പ്. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച അന്ന് മലബാറിൽ പോലീസുകാർക്ക് പരിശീലനം കൊടുക്കാൻ ഉണ്ടാക്കിയ ക്യാമ്പാണ്. ഇന്നത് ഒരു പോലീസ് ട്രെയിനിങ് ക്യാമ്പാണ്. അതിന്റെ മേലെ കയറിയാൽ കാറ്റുകൊണ്ടിരിക്കാനൊക്കെ നല്ല സുഖമായിട്ട് കാറ്റുകൊണ്ടായിരിക്കുക. കുറെ ദൂരേക്ക് കാഴ്ചയുണ്ട്. ഇപ്പത്തെ ഭാഷയിൽ പറഞ്ഞാല് നല്ല വൈബാണ്. അപ്പൊ അവിടെ അങ്ങനെ പോയിരിക്കും. അന്ന് നമുക്ക് ഈ വൈബൊന്നും അറിയില്ലല്ലോ, അന്ന് ആ പദമല്ല ഉണ്ടിരിക്കുക. അന്ന് നമ്മളവിടെ പോയിട്ട് കാറ്റുകൊണ്ടൊക്കെ ഇരിക്കല. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കാഴ്ച ഉണ്ട്. അവിടെ പോലീസ് ട്രെയിനികൾക്ക് പരിശീലനം കൊടുക്കുക. കാക്കി ട്രൗസറും വെള്ള ബനിയനൊക്കെ ഇട്ടുകൊണ്ട് പോലീസ് ട്രെയിനിമാർക്ക് പരിശീലനം കൊടുക്കുന്ന സമയം. ആ സമയത്ത് അവരുടെ വെള്ളത്തിന് എന്തോ ആവശ്യം വന്നിട്ട് അവരുടെ മോട്ടോർ വർക്ക് ചെയ്തിട്ട് എന്തോ ആവാം, താഴെ ഒരു കിണറുണ്ട് കുന്നിന്റെ. ആ താഴത്തെ കിണറിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് ആ വെള്ളം മേലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. എന്നാരോ 100 കണക്കിന് ട്രെയിനികളുണ്ട്. ഓലൊക്കെ വരിക്ക് നിർത്തിയിട്ട് ബക്കറ്റിലെ വെള്ളം ഇങ്ങനെ കൈമാറുകയാണ്. ഒരു കയ്യിൽ വെള്ളമുള്ള ബക്കറ്റ് കൊടുക്കുമ്പോ മറ്റേ കയ്യിൽ വെള്ളമില്ലാത്ത ബക്കറ്റ് കീപ്പട്ടും വെള്ളമുള്ള ബക്കറ്റ് മേലക്കും അതങ്ങനെ കൈമാറി പോവുക. നല്ല രസമുള്ള കാഴ്ചയാണ്. അവരെ മേലുദ്യോഗസ്ഥന്മാരൊക്കെ അവരെ നിരീക്ഷിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു പോലീസുകാരൻ, ഒരു ട്രെയിനി, അവൻ നിൽക്കുന്നതിന്റെ ബാക്കിൽ ഉരുണ്ട കല്ലുണ്ട്. ഓൻ ആ കല്ലുമ ഇരുന്ന്, കാരണം അടുത്ത ബക്കറ്റ് വരുന്നവരെ നിൽക്കുകയാണല്ലോ, അവിടെ ഇരുന്ന് ആ ഇരുത്തത്തിലാണ് അവന്റെ മേലുദ്യോഗസ്ഥൻ പെട്ടെന്ന് ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടെ. ഇപ്പൊ ചാടി എണീറ്റ്, കാരണം ഇരിക്കാൻ പാടില്ല, ഓരോ നിയമപ്രകാരം ഒരു ഇരിക്കാൻ പാടില്ല, നിന്നുകൊണ്ടേ ഇത് ചെയ്യണം. ഇവ ഇരുന്നത് ആരും ലേറ്റാണ്. ഇവൻ ഇരുന്നിടത്ത് ഈ ഉദ്യോഗസ്ഥൻ കണ്ടപ്പോ ചാടി എണീറ്റ്. പക്ഷെ ഉദ്യോഗസ്ഥൻ പിടിച്ചുകൂടെ വാറിന് ഈ ട്രെയിനികൾക്ക് അങ്ങനെ പേടിയൊക്കെ ഉദ്യോഗസ്ഥന്മാരെ. ഇവൻ അങ്ങനെ മുമ്പിൽ വന്നെന്ന് ഓന്റെ കയ്യിൽ ഒരു തോക്ക് കൊടുത്തു. ഈ ട്രെയിനിങ് പീരീഡിൽ ഒരു ഉപയോഗിക്കുന്ന ആ മരത്തിന്റെ ചട്ടുള്ള ഒരു തോക്കുണ്ട്, ഒരു 5-8 കിലോ ഉണ്ടാവും. ആ തോക്ക് കൈ കൊടുത്തിട്ട് ആ ഗ്രൗണ്ടിന് ചുറ്റും അവനോട് ഓടാൻ പറഞ്ഞു. ആ ഗ്രൗണ്ട് പറഞ്ഞാല് 400 മീറ്റർ ട്രാക്ക് വരയ്ക്കുന്ന ഗ്രൗണ്ടാ, വലിയ ഗ്രൗണ്ടാ. ആ ഗ്രൗണ്ടിന് ചുറ്റും അവനെ കൊണ്ട് ഓടിച്ച് പലവട്ടം. ആ ഓട്ടം കൊണ്ട് അവനോ അവന്റെ കുടുംബത്തിനോ ഗവൺമെന്റിനോ ഈ ലോകത്തിനോ വലിയ ഉപകാരം ഉണ്ടോ? ഒരു ഉപകാരമില്ല. പക്ഷെ ഒരു ഉപകാരമുണ്ട്. മേലുദ്യോഗസ്ഥന്റെ നിയമം മേലിൽ ലംഘിക്കാൻ പാടില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തും ആ നിയമം. അത്തരം ട്രെയിനിങ്ങിന് കഴിഞ്ഞ് വന്നിട്ടാ നമ്മുടെ പോലീസുകാരൊക്കെ നമ്മുടെ മുമ്പിൽ ചെറച്ച് നിൽക്കണേ. എന്താ ഇയാളൊരു മനുഷ്യനല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? മനുഷ്യനല്ലായിട്ടല്ല, ചില സമയത്ത് മനുഷ്യനാവാതെ നിൽക്കണം. അതിന്റെ ട്രെയിനിങ് ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ നോമ്പിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന ട്രെയിനിങ് തരങ്ങള് എല്ലാ കൊല്ലത്തിലും നോക്കിയാള്. ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരിക്കൽ നോമ്പ് നോറ്റാൽ മതി എന്നല്ല പറഞ്ഞേ. എല്ലാ കൊല്ലത്തിലും 11 മാസം കഴിഞ്ഞാൽ 12ാമത്തെ മാസം ട്രെയിനിങ് പീരീഡാ. ആ ട്രെയിനിങ് നടത്തിയിട്ട് വേണം അടുത്ത 11 മാസം നമ്മൾ സ്റ്റഡി ആയിട്ട് ജീവിക്കാൻ. അങ്ങനെ 11ാം മാസം ആവുമ്പോ നമ്മുടെ നിയമം മനസ്സിൽ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ അടുത്ത നോമ്പ് പിന്നെയും തുടങ്ങും. എന്റെ പൊന്നാര മാതാപിതാക്കളെ, നമ്മുടെയൊക്കെ നാട്ടില് ഈ റോട്ടിൽ കണ്ടില്ല നിങ്ങള് പാറിപ്പറന്ന മുടിയും കീറിപ്പറഞ്ഞ ജീൻസൊക്കെ ഇട്ട് നടക്കണ കുട്ടികളെ, ആൺകുട്ടികളുണ്ടാവും പെൺകുട്ടികളുണ്ടാവും. ജീൻസൊക്കെ കീറി കറുത്ത ജീൻസുമ്പോ വെള്ള കഷ്ണൊക്കെ വെച്ച് അടിച്ച മാതിരിക്ക് നൂലൊക്കെ പൊന്തി ഏതോ ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലക്കെന്ന് വന്നോനാന്നാ തോന്നുക. അങ്ങനത്തെ കുട്ടികൾ മുടി ചീകാതെ ഒരു വല്ലാത്ത കോലത്തില് കുപ്പായൊക്കെ എന്തൊക്കെയോ ഇട്ട് നടക്കുന്ന കുട്ടികളെ കണ്ട നിങ്ങള്, ആണ് പെൺകുട്ടികൾ. ഞാൻ പറയട്ടെ, ആ കുട്ടികള് അങ്ങനെ റോട്ടിക്ക് ഇറങ്ങിയത് ദാരിദ്ര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തേകാരം? അത് മൗലവി നിങ്ങൾക്ക് അറിയായിട്ടാണ്. ആ കീറിയ പാന്റിനുണ്ടല്ലോ 3000 റുപ്യന്റെ വില. ആ മുടി ഇങ്ങനെ ഈ മുള്ളമ്പന്നിന്റെ മുള്ളു പോലെ നിൽക്കണമെങ്കിലേ മാസം 2000 റുപ്യ കൊടുക്കണം. ദാരിദ്ര്യം കൊണ്ടല്ല, പൈസന്റെ കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ ആയത് നിങ്ങൾക്ക് പറയും. പക്ഷെ ഞാൻ വീണ്ടും പറയും, ദാരിദ്ര്യം കൊണ്ടാണ് അവരങ്ങനെ ആയത്. ആ ദാരിദ്ര്യം പൈസന്റെ ദാരിദ്ര്യമല്ല. എടാ മോനെ, ആ മുടി ഒന്ന് ചീകി വെച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി, ആ മുള്ളമ്പന്നിന്റെ മുള്ളുമായിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റൂല എന്ന് പറയാൻ നല്ല ഒരു ഉമ്മാന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് ഇല്ലേ? എടാ കീറിയ പാൻറ്റിട്ട് കണ്ട് മനുഷ്യന്മാരടിക്ക് വെച്ച് പഠിക്കാൻ പോകല്ലേ, ഒരു മാന്യമായിട്ട് വസ്ത്രം ധരിച്ച കീറാത്ത പാൻറ്റില്ലേ അത് ഇട്ട് പോ എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു ബാപ്പാന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അല്ലേ? ഞാൻ ഉറപ്പിച്ചു പറയും,
ഇന്റെ വാപ്പി ഇമ്മിയും ജീവിക്കുന്ന കാലത്താണ് ആ പാൻറ്റും ആ മുടിയായിട്ട് ഞാൻ പുറത്തു പോണെങ്കിൽ ഞാൻ സ്കൂളും കാണൂല കോളേജും കാണൂല, ഉറപ്പാ. കാരണം എന്റെ വാപ്പ തൻ്റെ ഉള്ള വാപ്പേനി, എന്റെ അമ്മയും അങ്ങനെ തന്നെയും. അങ്ങനെ തൻ്റെ ഉള്ള ബാപ്പി ഇമ്മി ആവാൻ നമുക്ക് കഴിയാതെ പോയതോ നമ്മൾ അതിന് ശ്രമിക്കാതെ പോയതോ അല്ലേ നമ്മുടെ കുട്ടികൾ അങ്ങനെ ആവാനുള്ള കാരണം? അവരുടെ മേൽ ഇന്ന് നമ്മൾ കെട്ടിപ്പൊക്കുന്ന ഏതൊരു ആക്ഷേപത്തിനും ആ ആക്ഷേപകരമായ ജീവിതത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണല്ലേ? ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോരുമ്പോ എനിക്ക് എന്റെ അനുജൻ ഒരു കഥ അയച്ചു തന്നു. കഥ ഒരു സംഭവമാണത്രേ. എന്റെ നാളെ മുതൽ നിങ്ങളൊക്കെ കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവാം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യത്ത് ഒരു സ്കൂളിൽ പഠിക്കുന്ന കറുത്ത വർഗക്കാരനായ ഒരു കുട്ടി, ശരി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, കറുത്ത വർഗക്കാരനായ ഒരു കുട്ടി ഭയങ്കര കച്ചറ, ക്ലാസ്സിൽ അധ്യാപകരെ പോലും പേരെ വിളിക്കുക, എന്നും കച്ചറ, ഒരു പ്രത്യേക മൂഡ്, ഒരക്ഷരം പഠിക്കൂല, അങ്ങനത്തെ ഒരു കുട്ടിയാ. അങ്ങനെ അങ്ങനെ എല്ലാ നിലക്കും ഇങ്ങനെ എല്ലാവിധ വേണ്ടാത്തരങ്ങളുമായിട്ട് ഓൻ ജീവിച്ചു പോവുക. അങ്ങനെ ജീവിച്ചു പോകും. ഒരിക്കോന് ഓന്റെ സ്കൂളിന്റെ ലൈബ്രറിയിലേക്ക് ഓന് കട്ട് ചാടിച്ചില്ല. സ്കൂളിന്റെ ലൈബ്രറി ചെന്ന് ഇങ്ങനെ നോക്കി, വായിക്കാൻ താല്പര്യമൊന്നുമില്ല, പക്ഷെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നോക്കിയപ്പോ ഒരു നല്ല മനോഹരമായ കവർ പേജില്ല, ഒരു അർദ്ധനഗ്നയായ ഒരു ചെറുപ്പക്കാരി ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരു കവർ ചിത്രമുള്ള ഒരു ബുക്കുണ്ട്. ആ ബുക്ക് ഓന് അതിനുള്ളിൽ നിന്ന് വലിച്ചൂരിടുത്തു. അപ്പൊ അത്യാവശ്യം വിലയുള്ള ബുക്കാ. അപ്പൊ ഓന് തോന്നി ഈ പുസ്തകം കൊണ്ട് വിറ്റാ പൈസ കിട്ടും. ഓൻ ഈ പുസ്തകം എടുത്തുകാണ്ട് ലൈബ്രറിയിൽ നിന്ന് ചാടി. പക്ഷെ ഓൻ വീട്ടിലെത്തിയപ്പോ ഏതായാലും വിൽക്കണല്ലോ, അതിന് മുമ്പ് ഓൻ ഈ പുസ്തകം ഇത് വായിച്ചു നോക്കി. അപ്പൊ നല്ല രസമുള്ള പുസ്തകം. അപ്പൊ ഓൻ ആ പുസ്തകം ഫുള്ള് വായിച്ചു. അത് ഫുള്ള് വായിച്ചു കഴിഞ്ഞപ്പോ ഓന് വായന ഒരു ഭയങ്കര, ഒത്തുവരെ വായിച്ചിട്ടില്ല, പാഠപുസ്തകം പോലും വായിച്ചില്ല. ഈ വായന നല്ല രസമുള്ള സംഭവമാണല്ലോ. ഒറ്റ ഇരിപ്പിൽ ആ പുസ്തകം വായിച്ചു തീർത്തപ്പോ ഓന് മനസ്സിലായി ഇതൊരു നല്ല സംഭവമാണല്ലോ. ഓന് ആ പുസ്തകമായിട്ട് വീണ്ടും ആ ലൈബ്രറിയിൽ ചാടിക്കയറിയപ്പോ ആ പുസ്തകം വെച്ചയിടത്ത് ആരും അറിയാതെ ആ ബുക്ക് അവിടെ തന്നെ വെക്കാൻ നോക്കുമ്പോണ്ടേ ഇതേ പുസ്തകം എഴുതിയ അതേ ആളുടെ വേറെ ഒരു പുസ്തകം അവിടെ തന്നെ കിടക്കുന്നു. അതിലിവൻ ഈ പുസ്തകം വെച്ച് അതെടുത്ത് കണ്ടോ വീട്ടിൽ പോയി. എന്നിട്ടോ അത് വായിച്ച് ആ പുസ്തകം തിരിച്ചു വെക്കാൻ വേണ്ടി വന്നപ്പോ അതേ ഓതറുടെ മൂന്നാമത്തെ പുസ്തകം, നാലാമത്തെ പുസ്തകം, 4 വട്ടം ഈ പുസ്തകം വായിച്ചപ്പോ ഇവൻ വായനയിൽ അപാര താല്പര്യമായി. ഇവൻ പാഠപുസ്തകം വായിക്കാൻ തുടങ്ങി. ക്ലാസ്സിൽ അവന് മാർക്ക് കിട്ടാൻ തുടങ്ങി. ഓൻ ടീച്ചർമാരോട് നല്ല പുസ്തകത്തെ പറ്റി ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടി ക്ലാസ് കഴിഞ്ഞപ്പോ ആർക്കും വേണ്ടാത്ത ഒരു വില്ലനായിട്ട് പോകുമായിരുന്ന കുട്ടി നല്ല മാർക്കോടെ പാസ്സായി, നന്നായി ജയിച്ച് ആ നാടിന്റെ കൗൺസിലറായി, പിന്നെ ഭരണാധികാരിയായി, പിന്നെ എന്തൊക്കെയോ ആയി ആ കുട്ടി. ഇനിയാണ് കഥന്റെ ട്വിസ്റ്റ്. ഈ കുട്ടി, ഈ ഇങ്ങനെ കുരുത്തം കെട്ട ഈ കുട്ടിയെ അവന്റെ ഒരു ടീച്ചർ എപ്പോഴും നിരീക്ഷിക്കും. ഇവൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സംഗതി എന്താന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ടീച്ചർ നന്നായിട്ട് ഇവൻ അറിയാതെ പിന്തുടരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവൻ ഒരു ലൈബ്രറിയിൽ ഒരു പുസ്തകം എടുത്ത് പോണതും ഈ ടീച്ചർ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ടീച്ചർ നോക്കി ഏത് പുസ്തകം എടുത്തേ, അവ ഇന്ന ഓതറുടെ പുസ്തകമാണ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു, അതേ ഓതറുടെ വേറൊരു ബുക്ക് 85 കിലോമീറ്റർ അപ്പുറത്തേക്ക് ടീച്ചർ സ്വന്തം ചെലവിന് പോയിട്ടേ ആ പുസ്തകം അവിടെ വെച്ച്. അപ്പൊ 2ാമത്തെ ബുക്ക് വായിച്ച്, 3ാമത്തെ ബുക്കും അവിടെ കൊണ്ടുവന്ന ടീച്ചർ തന്നെ, 4ാമത്തെ ബുക്കും ഈ ടീച്ചറെ വെച്ച്. ഇതാരും അറിയില്ല, ഇവനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അങ്ങനെ ഇവൻ പഠിച്ച് വലിയ നിലയിലെത്തിയപ്പോ ഓൻ പഠിച്ച സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയായിട്ട് ഓനെ വിളിക്കുകയാണ്. അങ്ങനെ ആ മുഖ്യാതിഥിയായ ഈ കുട്ടി അവൻ വന്നിരിക്കുന്ന സദസ്സിൽ ഈ പണ്ട് പഠിപ്പിച്ച ടീച്ചർമാർ കൂടി ഉണ്ടായിരുന്നു. ആ ടീച്ചറിൽപ്പെട്ട ഈ ടീച്ചർ ഈ കഥ പറഞ്ഞപ്പോഴാണ് ഈ കുട്ടി അറിയുന്നത് എനിക്ക് വായിക്കാനുള്ള പുസ്തകം എത്തിച്ചത് ടീച്ചറാണ്, നാടറിയുന്നത്. നിങ്ങള് ഒരു കുരുത്തം കെട്ട കുട്ടി, ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ അങ്ങനെ കുട്ടി ഉണ്ടെങ്കിൽ നമ്മളെ മാഷന്മാർ ആദ്യം പറയും കുരുത്തം കെട്ടവനാണ്, ഓനൊക്കെ ഉണ്ടാക്കിയ തന്ത്രമാണ് പറയാന്, ഓനൊക്കെ എന്നോ പുറത്താക്കണം, ഡയലോഗുകൾ ഇഷ്ടം പോലെ കാരണം. പക്ഷെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കുട്ടിയെ നന്നാക്കിയെടുക്കണമെന്ന മാനസികാവസ്ഥയിലുണ്ടായ ആ ടീച്ചർ ഉണ്ടല്ലോ, ആ ടീച്ചർമാരുടെ കുറവാണ് ഇപ്പൊ നാട്ടിൽ മൊത്തം ഉള്ളത്. ആ കുട്ടിക്ക് ആദ്യം ഉണ്ടാവേണ്ട ടീച്ചർ ഓന്റെ അമ്മേനി. ഓന്റെ അമ്മ എന്താ പറഞ്ഞറിയോ, ഞാൻ കുറെ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറയലില്ല, ഞാൻ തോന്നിയതുപോലെ ആയിക്കോട്ടെ, ഞാൻ അതിൽ ഇടപെടാനില്ല. ഉമ്മേനി അവസാനത്തെ ടീച്ചർ. ആ അവസാനത്തെ ടീച്ചറായ ഉമ്മയും അവനെ കൈയൊഴിഞ്ഞതോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ മക്കൾക്ക് ഇവിടെ ആരാള് നല്ലത് പറഞ്ഞു കൊടുക്കാൻ? ആരാള്? എന്നാ തിന്മ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് എത്രങ്ങാനും ആൾക്കാരുള്ള. ഇപ്പൊ ഈ പണ്ട് കാലത്തൊക്കെ
1980, 90 കാലത്തൊക്കെ അന്ന് എന്തിനാണ് സിനിമ ഇറങ്ങുന്നത് എന്ന് ഒരു സിനിമയുടെ സംവിധായകനോട് ഒരു ചോദ്യം ഞാൻ ഈ ഇന്റർവ്യൂവിൽ വായിച്ചതാണ്. എന്തിനാണ് നിങ്ങൾ സിനിമ ഇറക്കുന്നത്? അപ്പൊ ആ സംവിധായകൻ പറഞ്ഞ എന്താ നിങ്ങള്, ഞാൻ സിനിമ ഇറക്കുന്നത് സിനിമക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്റർടൈൻമെന്റ്, ആളുകൾക്ക് ആസ്വദിക്കാനും ആളുകൾക്ക് ആനന്ദിക്കാനും ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പ്രയാസപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് സന്തോഷിക്കാനൊക്കെ വേണ്ടിയാണ് സിനിമ ഇറക്കണമെന്ന് അന്ന് പറഞ്ഞേ. അന്നത്തെ സിനിമക്ക് അത്രേ ഉള്ളൂ, അതൊരു ആളുകളുടെ രസം, അത്ര അതിനപ്പുറമൊന്നുമില്ല. എന്നാൽ ഇന്നത്തെ സിനിമ അങ്ങനെയല്ല കേട്ടോ. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞാല് ഈ 2025 ഉണ്ടായ ഈ ഇമ്മാനെ വെട്ടിക്കൊന്നോനും ഭാര്യയെ കൊന്നോനും ഭർത്താവിനെ കൊന്നോനും മക്കളെ കൊന്നോനും ഒക്കെ ഉണ്ടല്ലോ, ആ കഥകളൊക്കെ ചേർത്ത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയ ഒരു സിനിമയാവും. 2023, 24 കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയ കുറച്ച് സിനിമകളുണ്ട്. ഈ സിനിമകൾ ഉണ്ടാക്കിയ സാമൂഹ്യ പ്രത്യാഘാതകൾ ഉണ്ടല്ലോ, കുറച്ചൊന്നുമല്ല. ഈ ഇല്ലുമിനാട്ടിയൊക്കെ കേട്ടില്ല നിങ്ങള്? എന്താണ് ഈ ഇല്ലുമിനാട്ടി? ആ പാട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് മലയാളത്തില് അതിന്റെ വരികളൊന്ന് പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കണ്ടി. എന്താണ് ഇല്ലുമിനാട്ടി? കട്ട ചോര കൊണ്ട് സോഡാ സർബത്ത് ഉണ്ടാക്കി കുടിക്കാൻ, കത്തിയുടെ കൂർത്തയുള്ള കത്തിമുന കൊണ്ട് അക്ഷരം എഴുതി അക്ഷരം പഠിക്കാൻ, മറ്റൊരുത്തനെ എന്തൊക്കെയുള്ള ഇറങ്ങള്. ഈ ഒരു സംസ്കാരം നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ ഇപ്പൊ ഇറങ്ങുന്ന സിനിമ ഉണ്ടല്ലോ. ഇപ്പൊ നേരെ അടുത്തൊരു സിനിമ ഇറങ്ങി, ആ സിനിമന്റെ പ്രചാരണത്തിന് വേണ്ടി മാത്രം 25 കോടി ഉറുപ്യ മുടക്കി. ആ സിനിമ പുതിയ തലമുറയുടെ മനസ്സിലേക്കാണ് തുളച്ചു കയറി. ആ തലമുറ ആ സിനിമ പോയി കാണാൻ വേണ്ടി 25 കോടി മുടക്കി. എന്നാലും ഇവിടെ നോക്കിങ്ങള് ഇന്നിപ്പോ റമദാന്റെ ഇഫ്താർ ക്യാമ്പ് എടുക്കുന്നുണ്ട്. നമുക്കൊരു നോട്ടീസ് അടിച്ചുകാണ്ട് വിതരണം ചെയ്യല്ലേ വെള്ളിയാഴ്ച. എത്രയാകും? 250 ഉറുപ്പ്യക്ക് നോട്ടീസൊക്കെ അടിച്ചാനേ കമ്മിറ്റിന്റെ പൈസ അല്ല. റമദാൻ തന്നെ ഇപ്പൊ ഭക്ഷണ സാധനം ഉണ്ടാകുമ്പോ കട പോകാവോ? കമ്മിറ്റിക്കാർക്ക് പേടിയാണ്, ആരെയും കുറ്റം പറയണ്ട. അതായത് നന്മയുടെ ഭാഗത്ത് 25 മുടക്കാൻ മടിക്കുമ്പോ തിന്മയുടെ ഭാഗത്ത് 25 കോടി മുടക്കാൻ ആളില്ലപ്പോ ഈ ലോകത്ത് നമ്മുടെ കുട്ടികളെ ബാലൻസ് എങ്ങനെയാ തുല്യാകുക? ഒരു ഭാഗത്ത് വേണ്ടാത്തരത്തിന്റെ അത്ഭുതകരമായ സംവിധാനം നടക്കുമ്പോ മറുഭാഗത്ത് നന്മയുടെ ഭാഗം കാലിയായി കിടക്കുക. ആകെ പള്ളിക്കലെ എപ്പോഴേലും ഉണങ്ങിയൊരു ജമായത്തും വെള്ളിയാഴ്ച ജുമയും, അത് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിയൊക്കെ ദീനെവിടെ ഖുർആൻ ക്ലാസ്സിന് പോലും വരാറില്ല. അപ്പൊ നോക്കുകയാണെങ്കിൽ ഈ സദസ്സിൽ ഇപ്പൊ ഇരിക്കുന്ന ആണുങ്ങളെ സദസ്സുണ്ടല്ലോ, ഈ ഇരിക്കുന്ന സദസ്സ്, ഈ സദസ്സിന്റെ ശരാശരി പ്രായം എങ്ങനെ നോക്കിയാലേ 70ന്റെ മേലെയാണ്, 65ന്റെ മേലെ എന്തായാലും. ഈ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഓതാൻ ഉദ്ദേശിക്കുന്ന ആയത്ത് ഓതുമ്പോ ബൽക്കറിയാം എന്താണ് ഈ പറയാൻ പോണേ. കാരണം എനിക്ക് മുമ്പേ മുജാഹിദ് പ്രസ്ഥാനം വേരുപിടിച്ച സ്ഥലത്. ഞാൻ കാണാത്ത പണ്ഡിതന്മാരെ പ്രസംഗിച്ച് സൽക്കരിച്ച് നാടാത്. ഈ വയലിന്റെ വല്ല ആവശ്യം ബൽക്കുണ്ടോ? ഒരാവശ്യമല്ല. പക്ഷേ ഇത് ഞാൻ പറയേണ്ട, അത് കേൾക്കേണ്ട ഒരാളില്ലേ. ഈ താമരശ്ശേരിയിലെ ആ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കൊന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മുടെ ടെലിവിഷൻ ചാനലിന്റെ പ്രൈം ടൈമിൽ 7 മണി മുതൽ 8 മണി വരെ ആ ചർച്ച ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. കുറെ രാഷ്ട്രീയക്കാരും കുറെ മാധ്യമപ്രവർത്തകരെ ആൾക്കാരെങ്ങനെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ട് ചർച്ച ഇങ്ങനെ കൊടുമ്പിരി കൊള്ളു. അതിന്റെ പരിഹാരങ്ങളൊക്കെ അങ്ങനെ ബുദ്ധിജീവികൾ പറയുമ്പോ അതിന്റെ ചർച്ചയിൽ ഒരു വിദ്യാർത്ഥി പങ്കെടുത്തു, ഒരു +2 വിദ്യാർത്ഥി. ആ +2 വിദ്യാർത്ഥി ഈ ചർച്ചയിൽ പങ്കെടുത്ത പണ്ഡിതന്മാരോടും TV ആങ്കറോടും ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഈ പരിഹാരം ഇത് കാണേണ്ടവരും കേൾക്കേണ്ടവരും ആരാണ്? നമ്മുടെ കുട്ടികളാണ്. എന്നിട്ട് ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ഇപ്പോ നിങ്ങൾ ഈ ചർച്ച നടത്തുമ്പോ ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ 18 വയസ്സിന് താഴെയുള്ള 15 വയസ്സിന് മുകളിലുള്ള എത്ര കുട്ടികൾ നിങ്ങളുടെ വാർത്ത ശ്രദ്ധിക്കുന്നുണ്ടാവും? ആർക്കും ഒന്നും മിണ്ടട്ടല്ല. ഈ പ്രശ്നത്തിൽപ്പെടുന്ന കുട്ടികൾക്കുള്ള പരിഹാരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചർച്ച. ഞാന് ഒരു പള്ളിയിൽ ഖുതുബ, എന്റെ പള്ളിയിൽ ഇങ്ങനെ പള്ളി നീണ്ട പള്ളിയാ, കുറെ ആൾക്കാരെങ്ങനെ കാണും. അപ്പൊ ഞാന് എന്റെ പള്ളിയിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മിമ്പർ വന്ന് ഇങ്ങനെ എണ്ണാറുണ്ട്, ഒരു +2 ഡിഗ്രി തലത്തില് എത്ര കുട്ടികൾ ഈ സദസ്സിലുണ്ട്? ഉണ്ടാവില്ല, കുറവാണ്. ആ കുട്ടികളെ ഈ സദസ്സിലേക്ക് എത്തിക്കേണ്ട ചുമതല ആർക്കാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ടീച്ചറുണ്ടല്ലോ, ആ കുട്ടിയുടെ വഴിയിൽ മാറ്റമുണ്ടാക്കാൻ അവന്റെ പിന്നാലെ സ്വന്തം പണം ചെലവഴിച്ച് കിലോമീറ്റർ ഓടി സ്വന്തം പൈസക്ക് പുസ്തകം വാങ്ങി ഇവന്റെ മുമ്പിൽ എത്തിക്കാൻ പ്രയത്നിച്ച ആ ടീച്ചർ ഉണ്ടല്ലോ, ആ ടീച്ചറെ കമ്മിണ്ട് ഇപ്പോ.
കുറ്റം പറയാൻ കിട്ടിയ എന്താലേ 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 ഭയങ്കരല്ലേ എന്നിങ്ങനെ അതിശയോക്തിയിൽ ഇങ്ങനെ പറയാന്നല്ലാതെ പരിഹാരം എന്തെങ്കിലും കയ്യിലുണ്ടോ സഹോദരന്മാരെ സഹോദരിമാരെ? അവിടെയാണ് ഒരു റമദാൻ മാസം നമ്മളെ ഓർമ്മപ്പെടുത്തുക. എന്താ ഓർമ്മപ്പെടുത്തുക? ഒരു മനുഷ്യന്റെ ജീവിതം ധാർമ്മികമാവാൻ കർശനമായ നിയമങ്ങൾ നിർബന്ധമാണ്. ആ നിയമങ്ങൾ ഉണ്ടാവണം. നിയമങ്ങൾ അത് പാലിക്കപ്പെടണം. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. നിയമം ലംഘിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കണം. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ എന്താ പറയാ മാരകമായ മയക്കുമരുന്നുമായി പിടിയിലായ ആളുണ്ടല്ലോ, അയാള് ഇപ്പൊ മാസങ്ങളായിട്ടുള്ളൂ തടവ് കഴിഞ്ഞിറങ്ങിയിട്ട്. എന്തേ മൂപ്പര് വീണ്ടും മയക്കുമരുന്ന് ഇറങ്ങിയത്? അയാൾക്ക് കിട്ടിയ ശിക്ഷ ഒരു ശിക്ഷയല്ല. ഒരു 4 ദിവസം മുമ്പ് ഒരാളെ ഈ വൃദ്ധ ദമ്പതികൾ പാർക്കുന്ന വീട്ടിൽ കയറി അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കി എന്തോ സാധനം കൊടുത്ത് ഓല ബോധം കെടുത്തിയിട്ട് ആ വൃദ്ധ ദമ്പതികളുടെ ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ച ഒരാളെ പോലീസ് പിടിച്ച്. ആ വാർത്തന്റെ താഴെ ഒരു വാർത്ത, അത് വായിച്ചപ്പോ സത്യത്തില് ഞാൻ അത്ഭുതപ്പെട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കണേ മാനക്കേടല്ലേ എന്ന് തോന്നി. എന്താ നിങ്ങള് ഇതേപോലത്തെ ഇപ്പൊ അയാള് ആൾക്കാരെ പറ്റിച്ച് സ്വർണം തട്ടിയെടുത്തല്ല, ഇതേപോലത്തെ 21 കേസുകൾ ഇയാളുടെ പേരിൽ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിലവിലുണ്ട്. 21 വട്ടം ഇങ്ങനത്തെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഇയാളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. 21 വട്ടം പിടിക്കണമെങ്കിൽ ചുരുങ്ങിയത് 210 വട്ടം മൂപ്പർ ചെയ്തേക്കും. അതിനാണല്ലോ 10 വട്ടം ചെയ്യുമ്പോഴേ ഒരാളെ പുറത്തം കിട്ടുള്ളൂ. അങ്ങനെ 21 വട്ടം പോലീസ് പിടിച്ച് കേസെടുത്ത് ശിക്ഷിച്ച് ആ ശിക്ഷ കിട്ടിയ ആളാണ് 22ാമത്തെ വട്ടം അതേ തെറ്റ് ചെയ്തത് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് കിട്ടുന്ന ശിക്ഷകൾ എന്തല്ല? ശിക്ഷയല്ല. അറിയില്ലേ, ഒരു മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ ഒരാളെ കൊന്നതിന്റെ പേരില് വിദേശത്ത് ജയിലിലാവുകയും അയാൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അപ്പോ അയാളെ വിട്ടുകിട്ടാൻ വേണ്ടി ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തോട് ഈ തെറ്റ് ചെയ്ത മനുഷ്യന്റെ കുടുംബം സങ്കടപ്പെട്ട് കരഞ്ഞു പറഞ്ഞപ്പോ ആ കുടുംബം ദയ കാണിച്ച്, നിങ്ങൾ ഇത്ര ഉറുപ്പിക പ്രായച്ചിത്തമായിട്ട് ആ കുടുംബത്തിന് കൊടുക്കുകയാണെങ്കിൽ അവനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് അവര് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെയൊക്കെ കനിവ് കൊണ്ട്, നമ്മളൊക്കെ ദയവ് കൊണ്ട് എത്ര 32 കോടിയോ എത്രയിനി 34 കോടിയോ എന്തായാലും ആ കോടിയിൽ നമ്മളൊക്കെ പൈസ ഉണ്ടല്ലേ, നമ്മളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണില് ഗൂഗിളിലൊക്കെ ആ പൈസ അയച്ചു കൊടുത്ത് അങ്ങനെ 33 കോടി ഉറുപ്പ്യ ഉണ്ടാക്കിയിട്ട് ആ കോടി ഉറുപ്പ്യ അവിടെ കൊണ്ടുപോയി വെച്ച്, സൗദിയിലെ ജയിലിൽ കൊണ്ടുപോയി വെച്ച് ഒരു കൊല്ലകാലായി. എവിടെയപ്പാ ആ പയ്യൻ എവിടെയുള്ളത്? ജയിലിൽ തന്നെ ഉള്ളത്. ഓനെ വിട്ടോ? വിട്ടിട്ടില്ല. ഇപ്പൊ 5-6 ദിവസം മുമ്പ് ഓന്റെ കേസിൽ വീണ്ടും വിസ്താരം വന്നപ്പോ ആ കേസ് വായിച്ച ജഡ്ജി എന്താ പറഞ്ഞ നിങ്ങള്? ഓൻ കൊന്നതാരെയൊക്കെ അറിയില്ലേ? ഓൻ എന്തേലും ജോലി അറിയോ? ഒരു ശരീരം തളർന്നു പോയ രോഗിയായ ഒരു കുട്ടിയെ പരിചരിക്കുക, അതിന് ഓന് നല്ല ശമ്പളം കൊടുക്കും, അതേലും ജോലി. പക്ഷെ ആ കുട്ടിനെ പരിചരിച്ച് മടുത്തിട്ടോ ആ കുട്ടിന്റെ ചില പ്രവർത്തനങ്ങളിൽ ഓൻ ഇഷ്ടമല്ലായിട്ടോ ആ കുട്ടിനെ കൊന്നു കളഞ്ഞേക്കുക. അപ്പോ ഇവിടെ ജഡ്ജി ആവശ്യപ്പെട്ട കാര്യങ്ങള്, ആ നിസ്സഹായനായ ആ കുട്ടി അനുഭവിച്ച നിസ്സഹായത, അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ ഈ ജഡ്ജിക്ക് ഒന്നുകൂടി കാണണം. ആ നിസ്സഹായനായ കുട്ടിയോടാണ് ഇവൻ ഈ ക്രൂരത കാണിച്ചതെന്ന് കോടതിക്ക് തോന്നിയാലേ നമുക്ക് ആ 32 കോടി കൊണ്ട് പോരാ, ഓൻ ഇറങ്ങൂല. കാരണം ഓന്റെ ക്രൂരത കോടതി പഠിക്കട്ടെ എന്നാ പറഞ്ഞേ. അത്രയും വലിയ ക്രൂരതയാണ് ചെയ്തതെങ്കിൽ 32 കോടിയല്ല 320 കോടി കൊടുത്താലും ആ നിയമം മാറൂല. അതുകൊണ്ടാണ് ഒരു അമുസ്ലിം സഹോദരന്റെ കുറിപ്പ് ഒരാൾ എനിക്ക് അയച്ചത് സോഷ്യൽ മീഡിയയിൽ. എന്താ അറിയോ? GCC രാജ്യങ്ങളിലെ നിയമങ്ങൾ നമ്മുടെ നാട്ടിലും നടപ്പിലാക്കിയാലേ നമ്മുടെ നാട് നന്നാവും. എന്താ GCC രാജ്യങ്ങളുടെ നിയമം? അറബ് രാജ്യങ്ങളുടെ നിയമമാണ്. ഒന്നോനെ കൊല്ലും. നമ്മുടെ നാട്ടുകാരനായ ഒരാളെ ആ നാട്ടുകാരായ 4 ആള് ചേർന്ന് കൊന്നപ്പം ആ 4 ആളെയും വധശിക്ഷയ്ക്ക് വിധിച്ചു 2 മാസം കൊണ്ട്. ഇന്ത്യക്കാരനായ ഒരാളെ കൊന്നേ, ഇന്ത്യക്കാരൻ ജോലിക്ക് പോയതാ, ആരും ഓനെ പറ്റി സംസാരിക്കല്ല. കൊന്നതാവട്ടെ ആ നാട്ടുകാരാ, ഓർക്ക് കുടുംബങ്ങളും കൂട്ടുകാരും ഒക്കെ ഉണ്ട്. എന്നിട്ടും ആ കുടുംബങ്ങളെയും കൂട്ടക്കാരെയും വകവെക്കാതെ ആ 4 ആളെയും കൊന്നു. അതാണ് നിയമം. നിയമം കർശനമാകുമ്പോഴേ ഒരു മനുഷ്യൻ നന്നാവൂ. മനുഷ്യൻ നല്ല എന്തും നന്നാവൂ. ഒരു പന്ത് കളി നടക്കുക, ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ നടക്കാൻ വിചാരിച്ചോളി. സങ്കല്പി, അതിന് പൈസ ഒന്നും കൊടുക്കണല്ലോ.
ആ ഫൈനലില് ഒരു ഭാഗത്ത് മെസ്സിയുടെ കീഴിൽ അർജന്റീനയാണ്, മറുഭാഗത്ത് നെയ്മറിന്റെ ബ്രസീലാണെന്ന് വിചാരിക്കും. കുട്ടിയൊക്കെ മനസ്സിലാകാൻ എളുപ്പത്തിൽ പറഞ്ഞാട്ടോ. അപ്പോ ഈ കളി നടക്കുമ്പോ രണ്ട് ടീമിലെയും 11 ആളുകൾ ഗ്രൗണ്ടിൽ വന്ന് 22 ആൾക്കാരായി. കളി നടക്കുവോ? കളി നടക്കൂല. 3 ആൾക്കാരും കൂടി വരണം. വിസിലൊക്കെ ആയിട്ട് ഒരാളും കൊടിയും വടിയൊക്കെ ആയിട്ട് 2 ആളും വരാണ്ട്. ഓല് വന്ന് ഓല പോസ്റ്റുകൾ നിൽക്കണം. എന്നിട്ട് ഇയാള് വിസിലടിച്ച് തുടങ്ങാൻ പറയണം. അതെന്തിനാ ഇയാള് ഗ്രൗണ്ടിൽ വന്ന്? അതെനിക്കറിയില്ല. അതെ, കളിയുടെ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വന്ന റഫറിയാണ്. അപ്പൊ എന്താ, അർജന്റീനന്റെ ടീമിലെ കളിക്കാർക്ക് കളിന്റെ നിയമങ്ങൾ അറിയില്ലേ? ബ്രസീലിന്റെ കളിക്കാർക്ക് നിയമങ്ങൾ അറിയില്ലേ? ഓലെ പഠിപ്പിച്ച കോച്ചുമാരില്ലേ, ഓർക്ക് നിയമം അറിയില്ലേ? ഫുട്ബോളിന്റെ എല്ലാ നിയമം പഠിച്ചിട്ടല്ലേ ഓല് ഗ്രൗണ്ടിൽ ഇറങ്ങണേ? പിന്നെ എന്തിനാ അതിന്റെ അടുക്ക് വേറെ നിയമം നടപ്പാക്കാൻ വേറെ ചില ആൾക്കാര്? ഞാൻ ചോദിക്കട്ടെ, ആ റഫറി ഇല്ലാതെ ഈ അർജന്റീനന്റെയും ബ്രസീലിന്റെയും കളിക്കാര് അവിടെ കളി തുടങ്ങിയാൽ എന്താവുക? 15 മിനിറ്റ് കൊണ്ട് ചുരുങ്ങിയത് 4 ആളെ കാലെങ്കിലും മുറിയും. ചിലപ്പോ 1 2 മയ്യത്തുണ്ടാവും. കളി നടക്കൂല. എന്താ നിങ്ങള് നിയമം അറിയിച്ചല്ല. സ്വാർത്ഥന്മാരായ മനുഷ്യന്മാരെ നിയമത്തെ വെല്ലുവിളിച്ച് അവരുടെ സ്വാർത്ഥം നോക്കികള്. ഈ കഞ്ചാവും ഹശീഷും MDMA ഒക്കെ വിൽക്കുന്ന ആൾക്കറിയാം. ഇന്റെ മകനെ പോലത്തെ ഒരു മകനെ ഞാൻ കൊടുക്കണേ, ഇത് ഓന് കൊടുത്താല് നാളെ ഓന്റെ ബാപ്പി ഇമ്മിയും എത്രത്തോളം സങ്കടപ്പെടുന്നു അത് വിൽക്കണോനറിയാം. പക്ഷേ ഓൻ അത് വിഷയമല്ല. ഓന് വേണ്ടത് പൈസയാണ്. അത് മറ്റോന്റെ കരട് പോയിട്ടാണെങ്കിലും മറ്റോന്റെ ജീവൻ പോയിട്ടാണെങ്കിലും ഓന്റെ കുട്ടികൾ പോയിട്ടാണെങ്കിലും എനിക്ക് പൈസ കിട്ടണം. അതാണ് സ്വാർത്ഥത. ആ സ്വാർത്ഥത ലോകത്തുള്ളിടത്തോളം കാലം നിയമങ്ങൾ പച്ചയായി ലംഘിക്കപ്പെടും. ആ ലംഘിക്കപ്പെടുന്നിടത്തൊക്കെ അപകടങ്ങളും അസമാധാനങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നിയമങ്ങൾ കർശനമാകണം. നോക്കിയാൽ അല്ലാഹു ഈ ലോകത്തിലെ മനുഷ്യന്മാർക്ക് കർശനമായ നിയമങ്ങൾ വെച്ചു എന്നല്ല, ആ നിയമങ്ങൾ മനുഷ്യൻ ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നല്ല CCTV എന്നല്ല. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇന്ത്യങ്ങളിൽ ഈ കരിമ്പയില് പിന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്ന നമ്മളെല്ലാരും ഈ നാട്ടില് ലോകത്തുള്ള 850 കോടി മനുഷ്യന്മാരൊപ്പം ഈ 2 മലക്കുകളുണ്ട്. എന്താ അവർക്ക് പണി അറിയാം? നമ്മളെന്താ ചെയ്യണേ, നമ്മളെന്താ പറയണേ, നമ്മളെന്താ നോക്കണേ, നമ്മളെന്താ കാണണേ ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ രേഖയിൽ കൃത്യമായിട്ട് ഒരു വാക്ക് അവരറിയാതെ നമ്മൾ പറയില്ല. ഒരു പ്രവൃത്തി അവരറിയാതെ നമ്മൾ ചെയ്യൂല. പാതിരാത്രി വാതിലിന്റെ കുറ്റിട്ട് ലൈറ്റ് ഓഫാക്കി മൂലക്കെന്ന് പറഞ്ഞാൽ പോലും അതിലുണ്ടാകും. അള്ള നിരീക്ഷിക്കുക കൃത്യമായിട്ട്. എന്നിട്ട് അള്ള നമുക്ക് എന്താ പറഞ്ഞറിയോ? നിങ്ങള് ഒരു ഇത്തിരി നന്മ ആര് ചെയ്യുന്നുണ്ടോ അത് ഞാൻ അറിയിട്ടോ, അറിയും. അത്രയും തിന്മണ്ടോ അതും ഞാൻ അറിയിട്ടോ, മറക്കണ്ട. എന്നിട്ടോ ഇനി നാളെ ഈ നിയമം ലംഘിക്കപ്പെട്ട ആൾക്കാരെ അള്ളാഹ് പിടിക്കുകയാണ്. ഓൽക്കാണ് നരകം. കഠിനമായ ശിക്ഷ, അതികഠിനമായ ശിക്ഷയിലേക്ക് അള്ളാഹു അവരെ തൂക്കിയെറിയും. അതെ, ഇനി ഞാൻ നമ്മളെ വീട്ടിലേക്ക് വരിക, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, ഇവർക്കിടയിൽ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കണം. എപ്പോഴും അതിൽ വിട്ടുവീഴ്ച വരുത്തിയാൽ സ്നേഹമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നമ്മുടെ മക്കളോട് യെസ് പറയേണ്ടിടത്ത് യെസ് പറയാൻ, നോ പറയേണ്ടിടത്ത് നോ പറയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ മക്കളെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്കാർക്കും വിട്ടു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഈ വിശുദ്ധമായ റമളാൻ നമുക്ക് നൽകുന്ന പാഠം കർശന നിയമങ്ങളിലൂടെ ജീവിതത്തെ മനോഹരമാക്കുക. ഞാൻ ഇപ്രാവശ്യം ഗൾഫ് പോയപ്പോഴേ, കഴിഞ്ഞ പ്രാവശ്യം എന്നെ കൊണ്ടൊരാൾ ഷാർജ പോകുമ്പോ വെള്ളിയാഴ്ചേന് പള്ളിക്ക് ഖുതുബ കഴിയാനായി, ഇക്കാമത്ത് കൊടുക്കാനായി. അപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞു, നോക്ക് എനിക്ക് യാത്രക്കാരനാണ്, പക്ഷെ എനിക്ക് ഖുതുബ ആണല്ലോ, നമുക്ക് ഏതെങ്കിലും പള്ളി കയറല്ലേ. അപ്പൊ ഒരു പള്ളിയിൽ ഇക്കാമത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഓടിയിട്ട് വണ്ടി ഇങ്ങനെ നിർത്തിയൊരു വരിയില്ല, വണ്ടി നിർത്തിയിട്ട് വേഗം എന്നോട് പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞ വേഗം ഇറങ്ങണം കേട്ടോ. ഞാനൊക്കെ 2ാമത്തെ സലാം വീട്ടിയ റോട്ടിൽ ഇറങ്ങിയിട്ടാ ആ ധൃതിയിൽ ഇറങ്ങി വന്ന് നോക്കുമ്പോണ്ട് വണ്ടിന്റെ ഗ്ലാസും ഒരു ചുവന്ന പേപ്പർ. എന്താ അറിയോ? ഫൈന്. പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്താ പാർക്ക് ചെയ്ത്. എത്ര ഫൈനറുകള്? 500 എന്ന് പറഞ്ഞാല് 10,000 ഉറുപ്പ്യന്റെ മേലെ, 10-12,000 ഉറുപ്പ്യ. അപ്പൊ അതൊക്കെ സങ്കടമൊക്കെ പറഞ്ഞ് ഈ പ്രാവശ്യം ചെന്നപ്പോ വേറെ സുഹൃത്ത് നോക്കിയാ ഒരു ഫൈന് കിട്ടിയത് നോക്കിയ എന്തിനാണ്? ഓവർ സ്പീഡ് അല്ലേ, സ്പീഡ് കുറച്ചീന് ഫൈന്, സ്പീഡ് കുറഞ്ഞീന് ഫൈന്. ഈ എക്സ്പ്രസ് ഹൈവേ ഉണ്ടല്ലോ, എക്സ്പ്രസ് ഹൈവേക്ക് ഒരു നിയമമുണ്ട്. ആദ്യത്തെ ട്രാക്കിലൂടെ ഓടുന്ന വണ്ടി ഇത്ര സ്പീഡിൽ ഓടണം,
പിന്നത്ര. കാരണം നല്ല സ്പീഡിലൊരു വണ്ടി ഇങ്ങനെ വരുമ്പോ നടുവിലൊരു വണ്ടി സ്പീഡ് കുറഞ്ഞിങ്ങനെ പോകണ്ടെങ്കിൽ ഇടിച്ച് തെറിച്ചൂലേ. അതുകൊണ്ട് സ്പീഡ് ട്രാക്കില് 130 140 പോലെ 180 ഉണ്ട്. ആ 180 പോകേണ്ട ട്രാക്കില് 180 താഴേക്ക് ഇറങ്ങിയ അപകട. ബേക്കിന്ന് വരുന്ന വണ്ടി അടിച്ചു പോകും. ഇവനെന്ത് നിങ്ങള് സ്പീഡ് ട്രാക്കിൽ പോവുകയും. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു ഫോണ് വന്ന്, ആ ഫോണ് വന്നപ്പോ സ്വാഭാവികമായി വണ്ടിയിലെ സെറ്റില് ബ്ലൂടൂത്തിൽ ഫോൺ കിട്ടാൻ വേണ്ടി വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ട് ഓൻ ആ നമ്പർ ഡയലൊന്ന് കൈയമർത്തി. അപ്പൊ വണ്ടി ഒന്ന് സ്ലോ ആയി. ഓന്റെ വണ്ടിയുടെ തൊട്ട് ബാക്കിൽ ഒരു പോലീസുകാരന്റെ വണ്ടി ആയിരുന്നു. ഓൻ അപ്പൊ തന്നെ ഫോട്ടോ എടുത്തു. നേരം വെക്കാതെ അപ്പൊ തന്നെ ഓന് മെസ്സേജ് വന്നു, നല്ലൊരു സംഖ്യ ഫൈൻ അടക്കാൻ. എന്തിനാണിത്? നിയമപാലകർക്ക് കണ്ണിൽ ചോരല്ലായിട്ടല്ല, നിയമം എത്ര കർശനമാണോ അതനുസരിച്ച് നന്നാവും. നമ്മളെ ചെറുപ്പക്കാരൊക്കെ പറയുന്നല്ലോ, ഞാൻ നിയമം ബാധകല്ല, എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം, എന്റെ ഇഷ്ടം പോലെ പോകും എന്നൊക്കെ പറയുന്ന ആൾക്കാര് നിയമങ്ങൾ പാലിക്കാതെ ഇവിടെ ഒരു വസ്തു നടക്കൂല. അഥവാ എവിടെ നിയമങ്ങളില്ലേ അവിടെ സംഗതി കേടും. അപ്പോ നമ്മുടെ വീടുകളിൽ നിയമങ്ങൾ ഉണ്ടാവണം. നമ്മുടെ കുട്ടികൾക്ക് നിയമങ്ങൾ ബാധകമാവണം. 6 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പോകരുത് എന്ന് പറഞ്ഞാൽ പോകരുത് അല്ലേ? എല്ലാ കാര്യത്തിലും കൃത്യമായ നിയമങ്ങൾ. അവരുടെ ബാഗ്, ബുക്ക്, പോക്കറ്റ്, കൂട്ടുകാര്, ഇതൊക്കെ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കണം. അല്ലാതെ നമ്മൾ അലസത കാഴ്ത്തി നമ്മൾ കൈ കഴുകിയാൽ നമ്മുടെ തലമുറ പിഴച്ചു പോകുന്നതിന്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. അള്ളാഹു നമുക്ക് റമദാനിൽ കർശനമായ നിയമങ്ങളിലൂടെ നമ്മളെ സംസ്കരിക്കുന്നത് പോലെ കർശനമായ നിയമങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തെയും ഭാവിയെയും നമ്മൾ കർശനമായി തന്നെ നിയന്ത്രിക്കണം. അവരെ സംസ്കരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ അനാഥാലയവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, നിങ്ങളുടെ കേൾവിയിലോ കാഴ്ചയിലോ പരിചയത്തിലോ എവിടെയെങ്കിലും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയതിന്റെ പേരിലോ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയതിന്റെ പേരിലോ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരിലോ 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികള് സംരക്ഷണം കിട്ടാത്തവരായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചുങ്കത്ര നജാത്തിലേക്ക് എത്തിക്കാം. 1. 2, ആർക്കെങ്കിലും മതപരമായ, ഇപ്പൊ നമ്മുടെയൊക്കെ ക്യാമ്പസുകൾ, +2 ക്യാമ്പസുകളൊക്കെ ഏറെ മോശ. ഏതെങ്കിലും ബാപ്പാക്കുമ്മാക്ക് എന്റെ കുട്ടി ദീനിയായ ഒരു ക്യാമ്പസിൽ ഒരു ആൺകുട്ടിന്റെ മടി കിടക്കാതെ ഓന്റെ കൈ വീഴാതെ എന്റെ കുട്ടി നല്ല ഒരു കുട്ടിയായിട്ട് വളരണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ കാണും. ആ രക്ഷിതാക്കളോട് പറയാം, ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ആ കോളേജിൽ ഉണ്ടായിരിക്കും. 3-മത്തേത്, എല്ലാം ഉണ്ടെങ്കിലും ചുറ്റുപാട് മോശമായാല് ഈ ലഹരി, മയക്കുമരുന്ന്, പ്രണയം, മൊബൈൽ ഫോണ് നമ്മളെ കുട്ടികൾ കേടുവരാൻ ഒരുപാട് സാധ്യത. അങ്ങനെ പേടിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ സ്ഥാപനത്തെ ഉപയോഗിക്കാം. അപ്പൊ അതിൽപ്പെട്ട ഇതിലെ കുട്ടികൾ നിങ്ങളുടെ നാട്ടിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ KNM-ന്റെ ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ടാൽ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ആശയാദർശ പ്രകാരം പ്രവർത്തിക്കുന്നത് എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ച സ്ഥാപനമാണ്. അങ്ങനത്തെ സ്ഥാപനം കേരളത്തിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോ ആ സ്ഥാപനത്തെ നിങ്ങൾക്ക് സമീപിക്കാം. 2-മത്തേത്, ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെ ഒരു കൊല്ലത്തിൽ 60 ലക്ഷം ഉറുപ്യ വേണം. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് മാത്രം 15,000 ഉറുപ്യ വേണം. ഒരു ദിവസം നോമ്പ് തുറക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി മാത്രം 15,000 വേണം. ഡ്രസ്സ് ഒക്കെ പൈസ വേണം. അപ്പൊ നിങ്ങള്, ചില ആൾക്കാരൊക്കെ സമ്പന്നരുണ്ടാവേ, അവര് ഒരു കുട്ടികളുടെ ഒരു വർഷത്തെ ചെലവെത്രയൊക്കെ ചോദിക്കാം, 40,000 ഉറുപ്യ. ഒരു മാസത്തെ ചെലവ് 4,000, ഒരു ദിവസം 100 150. എന്താണോ തരാൻ പറ്റുക അത് തരിക. പിന്നെ വീട്ടിലൊക്കെ നോമ്പ് നോൽക്കാത്ത ആൾക്കാർക്ക് ഫിദിയ കൊടുക്കുന്നവരുണ്ടെങ്കിലേ ആ ഫിദിയൊക്കെ കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തെ ഒന്ന് ഓർക്കുക. നമ്മുടെ പരിസരത്തെ പല അനാഥാലയങ്ങളും ഉണ്ട്, വമ്പിച്ച വരുമാനമുള്ളവരാ. ഞങ്ങൾക്ക് ഒരു വരുമാനമല്ല. ഇടക്കിടക്ക് പാവപ്പെട്ട കുട്ടിയൊക്കെ ചോറ് കൊടുക്കാനൊക്കെ നേർച്ചയാക്കില്ല ഞങ്ങൾ. അങ്ങനെയൊക്കെ നേർച്ചയാക്കുമ്പോൾ ഈ സ്ഥാപനത്തെ ഓർക്കുക. വീട്ടിലൊക്കെ വലിയ കല്യാണോ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഒരു ഓഹരി ഈ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഓക്കെ, ആയിക്കോട്ടെ, എന്നാ പോകാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സമയം കാണില്ല, നിങ്ങളുടെ സമയം വിലപ്പെട്ടത്. ഇവരെ ഏൽപ്പിച്ച് ഒരു സംവിധാനം ചെയ്യും. അത് നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാൻ എപ്പോഴെങ്കിലും പിന്നെ വരുമ്പോൾ വാങ്ങിക്കോളാട്ടോ. അപ്പൊ എനിക്ക് സമയമില്ല, ഞാൻ 6 മണിക്ക് പോകേണ്ട ആളാണ്, 6:05. നിങ്ങൾക്ക് ഒരുക്കങ്ങൾ നടത്താണ്ട് നിങ്ങൾ ഇവിടെ നമ്മുടെ ആരെങ്കിലും ഒരാളെ
ഒരാളൊരു ബക്കറ്റോ മറ്റോ എടുത്തത് കളക്ട് ചെയ്താൽ എന്നെ അറിയിച്ചാൽ ഞാൻ സൗകര്യം പോലെ വന്ന് വാങ്ങിക്കോളാം. മറക്കരുത്, എല്ലാവരും പരമാവധി പങ്കാളിയാവണം. നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സമയം കളയാത്തത്. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യാനും കൊടുക്കാനൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല മക്കളുടെ മാതാപിതാക്കളാവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.